ജിന്ദഗി ഹർ കദം എക് നയി ജംഗ് ഹെ. ജീവിതം ഓരോ ചുവടിലും പുതിയൊരു യുദ്ധമാണ്. 1985 പുറത്തിറങ്ങിയ മേരി ജംഗ് എന്ന ഹിന്ദി സിനിമയിൽ ആനന്ദ് ബക്ഷിയുടെ വരികൾക്ക് ലതാ മങ്കേഷ്കറും നിതിൻ മുകേഷും ചേർന്ന് ശബ്ദം നൽകി അനശ്വരമാക്കിയ ഗാനമാണിത്. ഈ പാട്ടിൻ്റെ വരികളെ അതേപടി അനുഭവിച്ച് തൻ്റെ കുട്ടിക്കാലത്ത് ഒറ്റപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ പോരാട്ടത്തിൽ നിന്ന് 400-ലധികം അംഗങ്ങളുള്ള കാരുണ്യത്തിൻ്റെ കുടുംബം കെട്ടിയുയർത്തിയ നായകൻ, ഒപ്പം മഹാത്മാ ജനസേവന കേന്ദ്രം അടൂറിൻ്റെ സ്ഥാപകൻ ശ്രീ രാജേഷ് തിരുവല്ലയാണ് ഇന്ന് നമ്മുടെ ഷോയിൽ അതിഥി. നമസ്കാരം, ദിസ് ഈസ് മൈ ലൈഫ് ഷോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾക്കായി ഈ ഷോ അവതരിപ്പിക്കുന്നത് humansofthiruvalla.com, ദ ഹോം പേജ് ഓഫ് തിരുവല്ല, ഇൻ അസോസിയേഷൻ വിത്ത് ഐ ലവ് തിരുവല്ല ഒഫീഷ്യൽ മർച്ചൻഡൈസ്. ഷോയിലേക്ക് സ്വാഗതം സാർ. നമസ്കാരം സാർ, ഞാൻ സാറിനെ പറ്റി ഓരോ മീഡിയയിലും ഓരോ ആർട്ടിക്കിൾസൊക്കെ വായിക്കുമ്പം സാറിൻ്റെ ജീവിതം ഒരു പോരാട്ടം തന്നെയായിരുന്നു. ഞാനതൊക്കെ വായിക്കുമ്പം എനിക്കത് ഇങ്ങനെ അനുഭവപ്പെടുന്നത്. 10-ാം വയസ്സിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്താണ് സാറിനൊരു പ്രതീക്ഷ തന്ന ജീവിതത്തിൽ? ശരിക്കും 10-ാം വയസ്സിലെന്നുള്ളതല്ല എൻ്റെ ഒരു ഫാക്ടർ. എനിക്ക് ഓർമ്മയാകുന്നതിന് മുമ്പ്, അതായത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു പരസ്പര ഇഷ്ടത്തിൻ്റെ പുറത്ത്, ഒരു ഫാമിലി റിലേഷൻ്റെ പുറത്ത് വിവാഹിതരായവനാണ്. അപ്പോൾ അന്ന് ഇവർ താമസിച്ചു, ഞങ്ങളെല്ലാം തിരുവല്ലക്കാരാണ്, തിരുവല്ല ജന്മദേശമാണ്. എങ്കിലും അന്ന് ഈ അമ്മയുടെ അച്ഛന് ഈ പട്ടാളക്കാരനാണ്. പുള്ളിക്കാരന് കുറച്ച് പ്രോപ്പർട്ടി നമ്മുടെ ഈ ഇടുക്കിയിൽ കുമിളി എന്ന സ്ഥലമുണ്ട്. ആ സ്ഥലം, അവിടെ 4 മൈൽ എന്ന സ്ഥലത്ത് കുറച്ച് ഇങ്ങനെ ഈ പട്ടാളക്കാർ റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കുറേ പ്രോപ്പർട്ടി ഉണ്ടാകും. അങ്ങനെ ഒരു പ്രോപ്പർട്ടി, അപ്പോൾ അവിടെ താമസിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ അച്ഛനും അമ്മയും, അത് തിരുവല്ലക്കാരായ വേറൊരു ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു, അവരുമായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട അമ്മയെ ആ കുടുംബത്തേക്ക് കൊടുക്കുകയാണ്. അതായത് കല്യാണം കഴിഞ്ഞ് ഒരു 3 മാസമോ 4 മാസമോ ആയപ്പം അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങി. അപ്പോൾ അമ്മ എന്നെ പ്രഗ്നൻ്റാണ്. പക്ഷേ അവർ നിയമപരമായി ബന്ധം വേർപെടുത്തി. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിയമപരമായി ബന്ധം വേർപെടുത്തി. അതായത് ഞാൻ ജനിച്ച ശേഷം എൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അച്ഛനെ ഞാൻ കാണുന്നത് എനിക്കൊരു 3 വയസ്സുള്ള സമയത്ത് അച്ഛനൊരിക്കലും എന്നെ കാണാനോ മറ്റോ ഒന്ന് തേടി വരുന്നുണ്ട്. തേടി വന്ന് എന്തോ അന്ന് എൻ്റെ മനസ്സിലൊരു തരം വൈരാഗ്യമാണ് അച്ഛനോട് തോന്നിയെന്ന് തോന്നുന്നു. പക്ഷേ അച്ഛനോട് ഞാനത് നെഗറ്റീവായിട്ടായിരിക്കാൻ പെരുമാറിയെന്ന് തോന്നുന്നു. എൻ്റെ 3 വയസ്സുകാരൻ്റെ ഓർമ്മയെക്കുറിച്ച് എനിക്ക് അത്ര വലിയ ഓർമ്മയില്ലാത്തൊരു കാര്യം, പറഞ്ഞു കേട്ടൊരു അറിവാണ് ഞാനത്. അന്ന് മുതലേ ജീവിതത്തിൻ്റെ ഒരു വേറൊരു കാഴ്ചപ്പാടിലാണ് വളർന്നു വന്നേക്കുന്നത്. അപ്പോൾ അച്ഛൻ അവിടെ ഉള്ളത് കൊണ്ട് ഇവർ എന്നെ അവിടെ താമസിപ്പിക്കുന്നില്ല, നേരെ തിരുവല്ലയിൽ കൊണ്ടുവരുന്നു. അപ്പോൾ തിരുവല്ലയിൽ ഇവരുടെ വീടുകളൊക്കെ വിറ്റ് പോയതാണ്. അപ്പം തിരുവല്ലയിലുണ്ടായിരുന്ന വീടും വസ്തുവൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ അമ്മയുടെ അച്ഛൻ മദ്യപിക്കുന്ന ആളായിരുന്നു. അങ്ങനെ മദ്യപാനത്തെ തുടർന്ന് അതൊക്കെ ഷാപ്പിൽ പണയം വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഈ വസ്തുവിൻ്റെ കുറേ, അതൊരു 4-5 ഏക്കർ തെങ്ങും തോട്ടമൊക്കെ ഉള്ളത് ഈ വെൺപാല എന്ന സ്ഥലത്തായിരുന്നു. അതൊക്കെ ഷാപ്പിൽ പണയം വെച്ച് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അതൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു കുടുംബത്തിൻ്റെ വെർഷനാണ്. അപ്പോൾ ഇവർ ബന്ധുക്കളുടെ വീട്ടിലാണ് എന്നെ നിർത്തിയിരുന്നത്. എനിക്കൊരു 4 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് തിരുവല്ലയിൽ മർത്തോമാ സേവിക സംഘത്തിൻ്റെ മഞ്ഞാടിയിലുള്ള സ്കൂളിൽ കൊണ്ടു ചേർക്കുക. അപ്പം എൻ്റെ അമ്മൂമ്മയാണ് കൊണ്ടുവന്നാക്കുന്നത്. അപ്പോൾ അമ്മൂമ്മയെ ഒരു ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നൊരു മഞ്ഞാടിയിലെ ഒരു മിസ്സസ് കെ ടി കോശി, ഗുരുവമ്മച്ചി എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. ഈ അമ്മച്ചി അന്ന് ഈ സേവിയ സംഘത്തിൻ്റെ ആളാണ്. അപ്പോൾ അമ്മച്ചിക്ക് എൻ്റെ അമ്മയുമായിട്ട് വലിയ അടുപ്പമാണ്. അപ്പം എൻ്റെ അമ്മൂമ്മയോട് പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവനെ ഇങ്ങനെ കൊണ്ടുനടന്ന് വഷളാക്കണ്ട, ഞാൻ അവനെ പഠിപ്പിക്കാം, ഇങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് ഈ അമ്മച്ചിയുടെ അടുത്ത് എന്നെ കൊണ്ട് നിർത്തുന്നു. എന്നെ കൊണ്ടുവന്ന് ഈ സ്കൂളിൽ ചേർക്കുന്നത് പോലും ആ അമ്മച്ചിയാണ്. കാരണം അമ്മ അച്ഛനുമായിട്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ദൈനംദിന ജീവിതത്തിനുള്ള വരുമാനം നേടുകയും സഹോദരങ്ങളെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലമുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 4 വയസ്സുള്ളപ്പം കൊണ്ടുവന്ന് ഈ അമ്മച്ചിയുടെ എടുത്തുകൊണ്ട് ഈ അമ്മച്ചിയാണ് എന്നെ കൊണ്ടുവന്ന് MTSSൽ ചേർക്കുന്നത് പോലും. ശരിക്കും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പോലും എനിക്കറിയില്ല. കാരണം ആ അമ്മച്ചി ഇട്ട ഏതോ ഒരു ഡേറ്റിലാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പോലും. അപ്പോൾ അതുപോലും അറിയില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ എൻ്റെ വിചാരം, എൻ്റെ ഒരു ഓർമ്മയിൽ അതാണ് എൻ്റെ വീട്.
അതൊരു വലിയ വീടാണ്. അന്നത്തെ കാലത്ത് ഒരു വാർപ്പുള്ള ഒരു വലിയ വീട്, വാർത്ത് നല്ല വൃത്തിയുള്ള ഭയങ്കരമായൊരു വീട്. ഒരു ആംബിയൻസിൽ ജീവിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് അവരെന്നെ പഠിപ്പിക്കുന്നു. അപ്പോൾ അതൊക്കെ അപ്പോൾ ഞാൻ ആ വീട്ടിൽ ഒരു അംഗമായി മാറുന്ന മർത്തവ സിവിൽ സംഘത്തിൽ വരുമ്പോൾ കുഞ്ഞുങ്ങളോടൊക്കെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ വീടിന് മഞ്ഞാടിയിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കുറേ കാലം കഴിഞ്ഞാൽ മനസ്സിലാക്കിയത് എൻ്റെ വീടല്ല, അവരെന്നെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു അമ്മയാണ്, ഇത്രയും സ്നേഹനിധിയായ ഒരു അമ്മയായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീടാണ്. എൻ്റെ അമ്മൂമ്മ ശരിക്കും പറഞ്ഞാൽ എന്നെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ് വീണ്ടും. ഇവിടെ വേണ്ട, ആരോ പറഞ്ഞു കൊടുത്തു, അത് അമ്മച്ചി അവനെ അങ്ങ് എടുക്കും, ദത്തെടുക്കും, പിന്നെ തിരിച്ച് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂമ്മയ്ക്ക് എന്നോട് ഭയങ്കര കാര്യമായ സ്നേഹമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരെന്നെ പെട്ടെന്ന് തിരിച്ച് കൂട്ടിക്കൊണ്ടുപോയി. ഞാനത് 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ജീവിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു സ്റ്റാറ്റസിലേക്ക് എത്തുമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. കാരണം വെച്ചാൽ അവരെ അതുപോലെ സ്നേഹിച്ചിരുന്നു, എന്നെ അതുപോലെ സംരക്ഷിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് നഷ്ടപ്പെടുകയാണ് അവിടെ നിന്ന്. കൊണ്ടുവന്ന് വെച്ച് വീട്ടിൽ അമ്മയുടെ ഈ അമ്മൂമ്മയുടെ ആങ്ങളയുടെ വീട്ടിൽ എന്നെ കൊണ്ടു നിർത്തുകയാണ്. പക്ഷെ അവിടെ ഭയങ്കര പെയിൻഫുള്ളാണ് എൻ്റെ ലൈഫ്. കാര്യം അത് അമ്മേൻ്റെ കൂടെ ഇല്ല, സഹോദരങ്ങളാരും എനിക്കില്ല, എന്നെ കെയർ ചെയ്യാൻ ആരുമില്ല. ഈ അമ്മയുടെ ആങ്ങളെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജോലിക്കൊക്കെ അങ്ങ് പോകും. പിന്നെ അവിടെ നിൽക്കുന്ന മറ്റുള്ളവരൊക്കെ എന്നോട് അത്ര നല്ല സ്നേഹത്തിലല്ല ഏർപ്പെട്ടത്. കാര്യം ഞാൻ അവർക്കൊരു ശത്രുവായിട്ട് അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്ന ഒരാളായിരുന്നു ഞാൻ പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നവരാരും എനിക്ക് വേണ്ടത്ര പരിഗണന എനിക്ക് നൽകിയിട്ടില്ല. അപ്പോൾ ഞാനവിടെ നിൽക്കുമ്പോൾ അതൊരു വലിയൊരു പറഞ്ഞാൽ തീരാത്ത കഥകളാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ. അവിടെ അത് കൊമ്പാടി എന്ന സ്ഥലമാണ്. കൊമ്പാടി ഈ മഞ്ഞാടിക്ക് അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലമാണ് കൊമ്പാടി എന്ന സ്ഥലം. ആ സ്ഥലത്ത് അവിടെ ഒരു പെന്തക്കോസ് പള്ളിയുണ്ട്. പെന്തക്കോസ് പള്ളിയുടെ പുറകിലാണ് അന്ന് ഈ മാമൻ്റെ വീട്. ആ വലിയ മാമൻ്റെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് എൻ്റെ കൈകളിങ്ങനെ എനിക്കെൻ്റെ ഓർമ്മ 4ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയത്താണ്, 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടുന്ന് വന്നിട്ട് അവിടെ താമസിക്കുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ കൈകൾ രണ്ടും എന്തോ ഒരു കാറ്റ് അടിക്കുന്നത്, എന്തോ ഒരു പ്രശ്നമാണ്, എന്തോ ഒരു സയൻറ്റിഫിക്കൽ എഫക്ട്സ് ആണ്. അത് മുഖാന്തരം എൻ്റെ കൈകളിലെ ഇങ്ങനെ പുഴുവരിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്തോ പരീക്ഷണം നടന്നതിൻ്റെ ഇത് സൈഡ് എഫക്റ്റ് എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൈകൾ മുഴുവൻ അങ്ങോട്ട് പൊട്ടി അഴുകിയിട്ട് പുഴുക്കൾ ഇറങ്ങി വരുന്ന ഒരു പ്രശ്നമുണ്ടായി. എനിക്ക് ഈ മെഡിസിൻ ഒന്നും വാങ്ങിച്ചു തരാൻ ആരുമില്ല, ആരും എന്നെ കെയർ ചെയ്യുന്നില്ല. കൈക്ക് ഭയങ്കരമായ വേദന സഹിക്കാൻ വയ്യാതെ അന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ ഗ്രൗണ്ട് ഇല്ല. അന്ന് അവിടെ കാട്ടിപ്പുരയുടെ എന്ന് പറഞ്ഞൊരു ഗ്രൗണ്ടുണ്ട്, എല്ലാവരും ഫുട്ബോളൊക്കെ കളിക്കുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വന്ന് അതിൻ്റെ സൈഡിലേക്ക് കാടൊക്കെയാണ്, താഴെ വലിയ കാവൊക്കെ. ഇപ്പോൾ അവിടെയാണ് ഇപ്പോൾ മാമത്തായി പഴയ MLA മാമത്തായുടെ കുടുംബ വീടൊക്കെ ഇപ്പോൾ അവിടെയാണുള്ളത്. ആ പ്രദേശത്തിൻ്റെ മുകൾ ഭാഗത്തെ കാര്യം ഞാൻ പറയുന്നത്. തിരുവല്ലയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആ സ്ഥലങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിലൂടെ കടന്നു പോവുകയാണ്, അതുകൊണ്ടാണ് ഞാനത് ഓർക്കുന്നത്. അപ്പോൾ അവിടെ ആ കാട്ടിപ്പുരത്തിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ കാടുള്ള സൈഡിൽ ഇങ്ങനെ വെച്ച് ഞാൻ വളരെ വിഷമത്തോടെ ഇന്ന് കരയുകയാണ്. അപ്പോഴൊരു മനുഷ്യൻ എന്നെ വന്ന് വിളിക്കുന്നു, ഒരു വെള്ളയൊക്കെ ഇട്ടിട്ട് കുറുകിയ കറുത്തിട്ടൊരു മനുഷ്യനെ വിളിക്കുന്നു, താടിയൊക്കെയുള്ള മനുഷ്യനാണ്. മോനെ എഴുന്നേക്ക്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല. നീ എന്തിനാ കരയുന്നത്, നിനക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്ക് എന്നോട് ആർക്കും ഇഷ്ടമില്ല, എന്നൊക്കെ ആരും ഇല്ല എന്ന് ഞാനിന്ന് കരയുകയാണ്. അപ്പോൾ ഒരു 4 വയസ്സുകാരൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് കൂടി വന്നാൽ 8 or 9 വയസ്സേ ഒന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ വളരെ വിഷമത്തോടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, നീ വന്നാട്ടെ, ഞാൻ നിന്നെ സഹായിക്കാം. അത് നിങ്ങളെന്നെ സഹായിക്കും, നിങ്ങളാരാ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ല, ഞാനാണ് അപ്പുറത്തെ ആ പള്ളിയിലെ ഉപദേശിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ജെയിംസ് ഉപദേശി എന്ന് പറയുന്നത്? അതെ, ജെയിംസ് ഉപദേശിയാണ്. കാരണം ഈ ജെയിംസ് ഉപദേശിയെ പറ്റി ആരൊക്കെയോ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. വലിയ സഹതാപമുള്ള മനുഷ്യരെ സ്നേഹിക്കുന്നൊരു മനുഷ്യന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ ഈ വീട്ടിലെ മാമൻ്റെ അടുത്ത് പറഞ്ഞത്, അവൻ എൻ്റെ അടുത്തുണ്ട്, ഞാൻ അവനെ നോക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പുള്ളി രാത്രിയിൽ പുള്ളി അവിടെ താമസിക്കുന്നത് ഈ ചർച്ചിനുള്ളിൽ തന്നെയാണ്. പുള്ളിക്ക് പാസനേജ് ഒന്നും ഇല്ല, അതിനുള്ളിൽ തന്നെയാണ് പുള്ളി താമസിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് കുറച്ച് വെള്ളം എടുത്ത് ഉപ്പിട്ട് തിളപ്പിച്ചു എൻ്റെ കൈ കഴുകി. ഭയങ്കര വേദനയാണ് ആ സമയത്ത്, കൈയെല്ലാം കഴുകി. അപ്പോൾ ഓരോ വിരലിനകത്തുനിന്നും പുഴുക്കൾ ഇങ്ങനെ ഇറങ്ങി വരും അങ്ങോട്ട് ഉപ്പുവെള്ളം ഒഴിക്കുമ്പോഴേ. അതിന് അദ്ദേഹം സ്വന്തം കൈ കൊണ്ട് അങ്ങനെ പെറുക്കി എടുത്തിട്ട് എന്നെ പരിചരിക്കുക. അപ്പം എനിക്കറിയില്ല യഥാർത്ഥത്തിൽ ഞാൻ ഇയാൾ ആരാ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനി എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യുമോ എനിക്കറിയില്ല, ഇയാൾ ആരാന്ന് എനിക്കറിയില്ലല്ലോ. എനിക്ക് ഭയമാണ്, എൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ഭയമാണ്. എനിക്ക് ഈ മനുഷ്യനെ സ്നേഹിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ അങ്ങനെയെല്ലാം ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണമൊക്കെ എനിക്ക് കൈകൊണ്ട് കഴിക്കാൻ കഴിയാത്തതുകൊണ്ട് ഭക്ഷണം വാരി ഉരുട്ടി എൻ്റെ വായിൽ വെച്ച് തന്നു. എന്നെ ഒരുപാട് സ്നേഹത്തോട് അടുത്തിരുത്തി. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയത് ആ പള്ളി ചർച്ചിനുള്ളിലാണ്. ഒരു പെന്തക്കോസ്റ്റ് ചർച്ചാണ്, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിൻ്റെ എനിക്കൊന്ന് ആദ്യത്തെ അവരുടെ സഭയാണത്. അതിനുള്ളിലാണ് അന്ന് രാത്രി ഞാൻ ഉറങ്ങിയത്. അവിടെ ഒരു തഴപ്പായ വിരിച്ച് എനിക്ക് കിടക്കാൻ തന്നു. അന്ന് പായോ തകളയൊന്നും എനിക്കില്ലല്ലോ, ഞാൻ അതിലാണ് കിടക്കുന്നത്. അങ്ങനെ കിടന്ന് അന്ന് മുതൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം അവിടെയായി. യഥാർത്ഥത്തിൽ ശരിക്കും ഞാൻ വേറൊരു ലോകത്തേക്ക് മാറുകയാണ്. അപ്പോൾ അവരുടെ പെന്തക്കോസ്റ്റലായിട്ടുള്ള പ്രാർത്ഥന, അങ്ങനെ ആരാധന,
അതിലൊക്കെ ഞാൻ ഇന്നും ഇൻവോൾവ് ആവുകയാണ്. അപ്പോൾ ബൈബിളൊക്കെ പഠിപ്പിക്കുന്നു. ഓൾറെഡി ഞാൻ ബൈബിളൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിനുമ്പേ ഞാൻ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാനതിനോട് താല്പര്യം. കാര്യം വെച്ചാൽ എൻ്റെ ഫാമിലി 2 വിഭാഗത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അവർ 2 കൂട്ടരെക്കുറിച്ച് ഞാൻ പഠിക്കുന്നുണ്ട്. കാര്യം എൻ്റെ അച്ഛൻ്റെ ആൾക്കാർ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട വലിയ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ അമ്മയുടെ ആൾക്കാർ ഒരു ക്രിസ്ത്യാനിറ്റി ജീവിതം അനുഭവിക്കുന്നവരുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 2 കുടുംബത്തെയും അറേഞ്ച് ചെയ്താണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ ഒരു ടാലി ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാനത് പഠിച്ചു തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ജീസസ് എന്നും ക്രൈസ്റ്റ് എന്നും ഒക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഒക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ജെയിംസ് ഫാസ്റ്ററിൽ നിന്നാണ് പഠിച്ചത്. അദ്ദേഹം അതുകൊണ്ട് ചെയ്താണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നന്മയുള്ള ഒരു മനുഷ്യരെന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ പഠിച്ചു. എന്നെ ഒരുപാട് തലങ്ങളിലേക്ക് എത്തിച്ചു. ഞാൻ ഇന്ന് സംസാരിക്കുന്ന വാക്കുകൾക്ക് പോലും ഞാൻ ആ മനുഷ്യരോട് കടപ്പെടുന്നുണ്ട്. കാരണം ഞാനൊരു വാചാലനാകുവാനോ അല്ലെങ്കിൽ പ്രസംഗവേദികളിൽ എത്തിക്കുകയൊക്കെ ചെയ്തത് പുള്ളിയാണ് എന്നെ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ കലാരംഗത്തും ഒക്കെ ഉണ്ട് അതൊന്നും. പക്ഷേ അതൊക്കെ കലാരംഗത്തായിരുന്നു. പക്ഷേ ഞാനൊരു മൈക്കിന് മുമ്പിൽ പ്രസംഗിക്കുന്നത് ഒരു പക്ഷേ ആ മനുഷ്യനാണ്. എന്നെ പല സ്ഥലങ്ങളിലും ഈ യൂറിക്ക ക്ലബിലും പൂമ്പാറ്റയുടെ ക്ലബ്ബുകളിലും ഒക്കെ എന്നെ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ഗുഡ് ന്യൂസ് ബാലലോകത്തിൻ്റെ അംഗത്വം എടുക്കുക, എൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് എന്നെ പരിഗണിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അമ്മ എന്ന് ബാംഗ്ലൂരിലും മറ്റുമാണ് സർവീസ് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ മാസത്തിലെ പൈസയൊക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ യൂട്ട്സിന് വരുന്നില്ല. അങ്ങനെ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ട് എന്നെ വീണ്ടും എൻ്റെ അമ്മൂമ്മ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഈ ഇടുക്കിയിലുള്ള അല്ലെങ്കിൽ കുമളിയിലുള്ള പ്രോപ്പർട്ടിയൊക്കെ വിറ്റ് ആകെ ഇവരാകെ നാശമായി. ഇവിടെ തിരുവല്ലയിലെ കറ്റോടുള്ള സ്ഥലത്ത്, അവിടെ കറ്റോട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കവിയൂർ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗമാണത്. കവിയൂർ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്തുള്ള സ്ഥലത്ത് വളരെ ചെറിയ കുറച്ച് സ്ഥലം വാങ്ങി അവിടെ ഒരു ചെറിയ കൊച്ചു വീടെന്ന് വെച്ചാൽ അന്ന് ഓല കൊണ്ടുള്ള വീടുകൾ മാത്രമേ ഉള്ളൂ ആ കാലഘട്ടത്തിൽ. അങ്ങനെ ഒരു വീടൊക്കെ വെച്ചിട്ടാണ് എന്നെ വിളിച്ചുകൊണ്ട് അവിടെ നമ്മുടെ വീടായി നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോഴാണ് ഞാൻ എൻ്റെ വീടിൻ്റെ യഥാർത്ഥ മുഖം കാണുന്നത്. ഞാൻ ആരാണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുന്നത് അവിടെ വന്നപ്പോഴാണ്. എനിക്കങ്ങനെ വലിയ വിഷമമൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ തയ്യാറായി. കാരണം വീട്ടിലാരുമില്ല, ഒരു ഭക്ഷണം ഉണ്ടാക്കി തരാൻ ആരുമില്ല. ഞാൻ അതുവരെ ഞാനൊരു ചായ പോലും ഉണ്ടാക്കി കുടിച്ചിട്ടില്ലാത്ത ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഞാൻ ചെയ്യേണ്ടി വരിക. വീട്ടിൽ രാവിലെ ഭക്ഷണം ഉണ്ടാക്കണം. അമ്മൂമ്മയും ഞാനുമാണുള്ളത്. അമ്മാവന്മാരുണ്ട്. അമ്മാവന്മാർ ഭയങ്കര കള്ളുടിയന്മാരാണ്. കള്ളും കഞ്ചാവ്. അവർ കള്ള് കുടിച്ച് കഞ്ചാവ് കുടിച്ചൊക്കെയാണ് ഈ ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം വിറ്റ് നശിപ്പിച്ചത്. അതെല്ലാം നശിപ്പിച്ചിട്ടാണ് വന്ന് ഇങ്ങനെ ഒരു ചെറിയ തുണ്ട് പുരയിടത്തിൽ വന്നിട്ട് അവർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ വന്ന് താമസിക്കുകയും ദാരിദ്ര്യവും പട്ടിണിയും പ്രയാസവും ഒക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ കെയറിങ്ങിനൊന്നും ആരുമില്ലാത്തൊരവസ്ഥ. ഞാൻ തന്നെ രാവിലെ ഭക്ഷണം മുമ്പേ പറഞ്ഞ പോലെ മുറ്റത്ത് നിൽക്കുന്ന അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന വാഴ കൂമ്പുകൾ ഒടിച്ചുകൊണ്ട് വന്ന് തോരൻ വെക്കുക. ചോറെന്ന് പറയുന്നത് ചിലപ്പോൾ വൈകിട്ടത്തെ ചോറായിരിക്കും രാവിലെ തിളപ്പിച്ചുകൊണ്ട് അതുമായിട്ട് പൊതിഞ്ഞ് കെട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ഇതുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഈ MTS സ്കൂളിൽ നിന്നും മാറുകയായി. കാരണം എനിക്കവിടെ പഠിച്ചു പോകാനുള്ള ഫീസ് അടയ്ക്കാനോ ഒന്നും മാർഗ്ഗമില്ല. എന്നെ സ്പോൺസർ ചെയ്ത ആളിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതിന് പിന്നെ സഹായിക്കാൻ ആരുമില്ല. ഈ വീട്ടിലാരും എനിക്ക് ഫീസൊന്നും തരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ശരിക്കും പ്രയാസത്തിൽപ്പെട്ടു. അങ്ങനെ വളരെ പ്രയാസവും ദാരിദ്ര്യവും ഒക്കെ. ഒരു ദിവസം വണ്ടിക്കൂലിക്ക് അന്ന് എൻ്റെ ഓർമ്മയിൽ 10 പൈസയാണ് ബസ് കൂലി. ഈ 10 പൈസ എടുക്കാനില്ല എൻ്റെ വീട്ടിൽ. ചിലപ്പോൾ ഈ മാമന്മാരാരെങ്കിലും വരുമ്പോൾ ഒരു 20 പൈസ തരും. അത് 20 പൈസയുടെ ഒറ്റ കോയിനാണ്. അത് വാങ്ങിച്ചിട്ട് രാവിലെ അങ്ങോട്ട് ബസ്സിൽ കയറുമ്പോൾ ഇത് കൊടുക്കും. ഇത് ബാലൻസ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 10 പൈസയിൽ 20 പൈസ ബസ് കണ്ടക്ടർ അങ്ങ് എടുക്കും. തിരിച്ചു വരാൻ ബസ് കൂലി ഇല്ലാതെ നടന്ന് വന്നിട്ടുണ്ട്. 3-4 കിലോമീറ്റർ നടന്ന് വീട്ടിലെത്തുകയാണ്. മിക്ക ദിവസവും നടന്നു വരികയാണ്. ഉച്ചയ്ക്ക് മിക്കവാറും ഭക്ഷണം കഴിക്കാതെ വൈകിട്ടത്ത് നടപ്പിടാകുമ്പോഴത്തേക്ക് അത് തലവേദന ഉണ്ടാക്കും, പ്രയാസം ഉണ്ടാക്കും. അങ്ങനെ കുറേയധികം പ്രതിസന്ധി എനിക്ക് ഫേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഇത്രയും സാറ് ഈ ഒരു കാര്യങ്ങൾ ഇത്രയും പറയുമ്പം എപ്പോഴാണ് സാർ ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ പോകാനുള്ളൊരു തുടക്കം വരുന്നത്? ഇപ്പം ഞാനീ പറഞ്ഞ എൻ്റെ ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യം എങ്ങനെ ഇതാകണം അല്ലെങ്കിൽ ഇവിടെ പോകണം, ഇത് ചെയ്യണം, അങ്ങനെ ഒരു ലക്ഷ്യം എപ്പോഴാണ് ഉണ്ടാകുന്നത് ആദ്യമായിട്ട്? ആക്ച്വലി ഒരു ലക്ഷ്യത്തിലേക്ക് അവിടെ ഒന്നും തുടങ്ങാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഇപ്പം ഞാനീ പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ, അതായത് ഈ ബസ് ഫെയർ പോലും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് എനിക്ക് വരുമാനം വേണം. അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഉള്ളത് കുറേ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ജോർജ് കുട്ടിയുണ്ട്. ജോർജ് കുട്ടിയോട് ഞാൻ പോയി പറഞ്ഞു, ജോർജ് കുട്ടി എനിക്ക് പൈസ വേണം, ഇവിടെ എനിക്ക് ഭക്ഷണത്തിനൊന്നും പൈസയില്ല, എനിക്ക് എന്തൊരു ജോലി തരണം. അപ്പോൾ ചേട്ടാ നിനക്ക് ഇത്രയും പ്രായമല്ലേ ഉള്ളൂ, നിനക്ക് എന്ത് ജോലി തരാൻ പറ്റുന്നത്? ഞാൻ എന്ത് ജോലിയും ചെയ്യാം, എന്തും ജോലി ഞാൻ ചെയ്യാം, എനിക്ക് എന്തെങ്കിലും ജോലി തരണം. എന്നോട് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ട് ജോലി ചെയ്ച്ച ആൾക്കാർ എന്നോട് പ്രശ്നം നടക്കും. ഞാൻ പറഞ്ഞ് എനിക്ക് വഴിയില്ല, വേറെ വഴിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വാഴയ്ക്ക് കുഴിയെടുക്കുക, നിനക്ക് കുഴിയെടുക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഞാൻ എടുക്കാം, നടക്കത്തൊന്നുമില്ല, നീ പോ എന്നൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഒരു തുമ്പ എടുത്തുകൊണ്ട് പോയി ജോലിയുടെ പറഞ്ഞിട്ട് ഞാൻ വാഴയ്ക്ക് കുഴിയെടുത്ത്.
ഞാൻ എത്ര വാഴയ്ക്ക് കുഴി എടുത്തതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു 10-50 കുഴി അങ്ങനെ അങ്ങ് എടുത്തു. എങ്ങനെയാണ് എടുത്തതെന്നൊന്നും എനിക്കറിയില്ല. ഉച്ചയായപ്പോഴത്തേക്ക് ജോർജ് കുട്ടി വന്നിട്ട് അദ്ദേഹം എന്നെ കണ്ടിട്ട് ചോദിക്കുന്നു, ഇതാരാടാ ഇത്? ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്തത്. നീ ഇത്രയും വാഴക്കുഴി എടുത്തു? നീ തന്നെയോ? നീ വേറെ എല്ലാം വെച്ച് ചോദിച്ചോ? ഇല്ല, ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പോൾ അയാൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാളങ്ങ് അത്ഭുതപ്പെട്ടു. അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു 5 രൂപ എടുത്ത് എനിക്ക് തന്നു. അന്ന് എൻ്റെ ഓർമ്മ, ഒരാൾ ജോലിക്ക് പോയാൽ കിട്ടുന്ന കൂലി 7 രൂപയാണ്. അന്ന് ഉച്ച വരെ നിന്ന് കുഴി എടുത്തതിന് അയാൾ എൻ്റെ കയ്യിൽ ഒരു 5 രൂപ തന്നു. ജീവിതത്തിലെ ആദ്യത്തെ വരുമാനം. ആ വലിയ വീട്ടിൽ ജോർജ് കുട്ടി എന്നൊരു മനുഷ്യന്, അയാളവിടെ ഉണ്ടോ എന്ന് പോലും എനിക്കിപ്പോൾ അറിയില്ല കേട്ടോ. പക്ഷേ അയാളെപ്പോലെ ആൾ, ഒരുപക്ഷെ ഇത് തിരുവല്ലയിൽ പ്രചരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ അയാൾ കാണാൻ സാധ്യതയുണ്ട്. ആ മനുഷ്യനാണ് ആദ്യമായി എൻ്റെ കയ്യിൽ ഒരു 5 രൂപയുടെ നോട്ട് വെച്ച് തന്നത്. 5 രൂപയുടെ നോട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മൂല്യം എത്ര വലുതാണെന്ന് എനിക്ക് ഇന്നും അളക്കാൻ പറ്റത്തില്ല, അത്രയും വലിയ മൂല്യമാണ്. ആ 5 രൂപ നോട്ട് ഞാൻ അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന എൻ്റെ വീടിനടുത്ത് ടെൽസ്റ്റാർ എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. ആ ക്ലബ്ബിൽ അവരെല്ലാ വർഷവും ഇങ്ങനെ ഫുട്ബോൾ മത്സരം നടക്കും. അപ്പോൾ ഞാനവിടെ പോയിക്കുമ്പോൾ കാണുമ്പോൾ ഒരുപാട് പേര് കടകളൊക്കെ വെക്കുന്നുണ്ട്, സ്റ്റോളായിട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പം, അപ്പോൾ ഇവർ ഇവിടെ ഈ ടെൽസ്റ്റാറിലെ ഫുട്ബോൾ കളി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഇങ്ങനെ ആരോ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരോ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതൊക്കെ അങ്ങനെ മൈക്ക് അനൗൺസ്മെൻറ്റ് കേൾക്കും. അപ്പം ഞാൻ അവിടെ ചെന്ന് വെച്ചു, എനിക്കൊരു കട വേണം എന്ന് പറഞ്ഞു. നിനക്ക് കടയൊന്നുമില്ല, നീ പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ നിന്ന് വീട്ടിനവിടെ നിന്ന് 2 കവുങ്ങിൻ്റെ ഇങ്ങനെ കമ്പ് പോലെ കീറിയിട്ട് 2 കവുങ്ങിൻ്റെ ഇടയിൽ കൊണ്ട് ഇത് വെച്ച് കെട്ടി ഒരു തട്ട് പോലെ അങ്ങ് ഉണ്ടാക്കി. അപ്പം ഇവരെനിക്ക് കടയൊന്നും തരുന്നില്ല. ഞാനൊരു തട്ട് പോലെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്നൊരു 3-4 ഗ്ലാസ്സൊക്കെ എടുത്തുകൊണ്ട് പോയി. എൻ്റെ കയ്യിൽ 5 രൂപയുണ്ടല്ലോ. ഈ 5 രൂപയ്ക്ക് അന്ന് 2 പാക്കറ്റ് ദിനേശ് ബീഡി 2 പാക്കറ്റ് ദിനേശ് ബീഡി മേടിച്ചിട്ട് ഒരു കുപ്പിക്കകത്ത് പൊട്ടിച്ചിട്ടു. പിന്നെ എനിക്ക് തോന്നുന്നത്, എനിക്കത് ദിനേശ് ബീഡിക്കൊക്കെ 15 പൈസ 20 പൈസ അങ്ങോട്ടൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് എന്തൊക്കെ എനിക്ക് ഓർമ്മയില്ല ശരിക്കും പറഞ്ഞാൽ. ഗ്യാസ് മുട്ടായി, വെള്ള ഗ്യാസ് മുട്ടായി, നാരങ്ങ മുട്ടായി അങ്ങനെ മേടിച്ചിട്ട്, പിന്നെ കുറച്ച് നാരങ്ങ, കുറച്ച് വെറ്റില ഒക്കെ മേടിച്ച് കൊണ്ടുവച്ച് ഞാൻ എന്തൊക്കെയോ ചെയ്തു. എന്താണ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. 5 രൂപയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ആ 5 രൂപയ്ക്ക് വാങ്ങാവുന്ന എല്ലാ സാധനവും ഞാൻ വാങ്ങി ഞാൻ അവിടെ കൊണ്ടുവച്ചു. എൻ്റെ ആദ്യത്തെ വരുമാനത്തിൽ നിന്നിട്ട് ഒരു പണിയാണ്. അതുകൊണ്ട് വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആരൊക്കെയോ വന്നിട്ടാണ്ട് രാജേഷ് കടയിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ ഉൾപ്പെടെ ഉള്ളവർ വന്നിട്ട്, എനിക്ക് നാരങ്ങകളൊന്നും എടുക്കാൻ അറിയില്ല, പക്ഷെ ഞാൻ ആ നാരങ്ങയൊക്കെ പിഴിഞ്ഞവർക്ക് വെള്ളം കൊടുത്തു. ആ ഒരു 20 മിനിറ്റ് കൊണ്ട് എൻ്റെ കടയിലെ മുഴുവൻ സാധനവും തീർന്നു. ഞാൻ 8 രൂപയുടെ അവകാശിയാവുകയും ചെയ്തു. അതായത് 5 രൂപ കൊണ്ട് അതിൻ്റെ 8 രൂപ വരുമാനം ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് ആരോ പറഞ്ഞു, എൻ്റെ അമ്മ അപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ അറിഞ്ഞു ഞാനിങ്ങനെ കടയിട്ടിരിക്കുന്നു. അമ്മ പെട്ടെന്ന് ഓടി വന്ന് ആരോ ചെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവിടെ രാജേഷ് കടയിട്ട്, അത് ഭയങ്കര വിജയം, ഒരുപാട് ആളുണ്ട്, സാധനം തീർന്നു, പെട്ടെന്ന് മേടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ എങ്ങനെ വന്നിട്ട് അമ്മ കൊണ്ടൊരു 10-15 രൂപയോട് തന്നു. അതുമായിട്ട് ഞാൻ വീണ്ടും പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഈ കട അവിടെ അപ്പോൾ എനിക്ക് ക്ലബ്ബുകാർ വന്ന് അവർക്കത് കണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി. അവരെ സംബന്ധിച്ച് എന്നെ പോലെ ഒരാൾ ഇത് ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിക്കുക. അപ്പോൾ അവരെനിക്ക് വാടകയൊന്നും വേണ്ട, അവർക്കൊരു കടയില്ല, അവർ സൗജന്യമായിട്ട് എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു. ഞാൻ അങ്ങനെ ഒരു കച്ചവടം അവിടെ തുടങ്ങി. അത് 7 ദിവസം 8 ദിവസം കണ്ടല്ലോ അവിടെ ഫുട്ബോൾ കളിയുള്ളൂ. അത്രയും ദിവസം കൊണ്ട് ഞാനൊരു 10-20 രൂപ ലാഭം ഉണ്ടാക്കി. ആ പൈസയുമായി വന്ന് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു ചെറിയ മാടം പോലെ ഓല കൊണ്ടൊരു മാടം ഉണ്ടാക്കി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ മാർഗം കണ്ടെത്തുകയാണ്. പിന്നെ ഞാൻ ആരുടെയും മുമ്പിൽ കൈ നീട്ടിയിട്ടില്ല ജീവിതത്തിൽ. കാരണം അതെൻ്റെ ജീവിതത്തിൻ്റെ അതാണ് ഞാൻ മുമ്പേ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവാണത്. എൻ്റെ ലക്ഷ്യം, ഞാൻ അവിടെ നിന്നാണ് എൻ്റെ ലക്ഷ്യം തുടങ്ങിയത്. ഞാൻ പഠിച്ചൊരു പാഠവും അത് തന്നെയാണ്. കാരണം നമ്മളൊരാളുടെ മുമ്പിലേക്ക് കൈനീട്ടാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരോട് നമ്മൾ ചോദിക്കുന്നതിന് നമുക്ക് നേടിയെടുക്കാൻ ഒരുപാട് വഴികളുണ്ട്. ആ വഴികൾ പഠിക്കാതെ പോകുന്നതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ അബദ്ധം. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഓരോ മനുഷ്യനും പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാനമായ കാരണം അതാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ട്. ഞാൻ അവിടെ നിന്നും എല്ലാ ജോലിയും ചെയ്യാൻ തുടങ്ങി. എന്ത് പ്രശ്നങ്ങളെയും നേരിടാനുള്ള താക്കത്ത് ദൈവം എനിക്ക് തന്നു. ഞാനൊരു മാധ്യമപ്രവർത്തന മേഖലയിലേക്കാണ് ആദ്യം കയറി പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ ഞാൻ ഈ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലും ഒക്കെ പോയി അവിടെ നിന്നാണ് മാധ്യമപ്രവർത്തന മേഖലയിലേക്ക് പോകുന്നത്. ഒരുപാട് സ്ട്രെയിനുള്ള വർക്കുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഗോവയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കകത്തൊക്കെ ഒരു ലേബറായിട്ട് പോയി കയറി അവിടുന്ന് ലേഖനങ്ങളൊക്കെ എഴുതി ലോകത്തിന് എത്തിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ വായിക്കാനുണ്ട് സാറ്. വേറെ ഗോവ, മഹാരാഷ്ട്ര, ആന്ധ്ര, കർണാടക, ഒരുപാട് ഞാൻ ഈ നക്സലുകൾക്കിടയിലൊക്കെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ രഹസ്യമായി അറിഞ്ഞു പോയി മുൻകിട മാധ്യമങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരെ നമ്മുടെ പേര് വെച്ച് ലേഖനങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അങ്ങനെ ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് നാട്ടിലേക്ക് തിരികെ എത്തുമ്പം രാഷ്ട്രീയത്തിലേക്ക് എന്നെ വിളിക്കുന്നു. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനമായി മാറുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായി ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് സാമൂഹ്യ സേവനം നടക്കത്തില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനമല്ല എൻ്റെ മേഖല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം എന്ന് ചോദിച്ചാൽ
ഞാൻ ഈ മുമ്പേ പറഞ്ഞ പോലെ ഈ ജെയിംസ് മാസ്റ്ററേയും ഗുരുവമ്മച്ചിയെയും അതുപോലെ എന്നെ സഹായിച്ചിട്ടുള്ള മറ്റു സംഘടന ഡൈനാമിക് ആക്ഷനിലെ അന്നമ്മ ജോസഫ് അച്ഛനും ഒക്കെ ജോസഫ് അച്ഛൻ്റെ മോനെ വിജയൻ എം ജോസഫും ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീമൊക്കെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ചെയ്തിട്ടുള്ള കുറേ സാമൂഹ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ളൊരു അറിവ് എനിക്കുണ്ട്. അവരൊക്കെ എന്നെ ഒരു ഇതുമില്ലാതെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ആലോചിച്ചു, ഞാൻ എന്താണ് ചെയ്യുന്നത്, എനിക്ക് എൻ്റെ വരുമാനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എൻ്റെ ജീവിതം പൂർണ്ണമാകുന്നില്ല. പിന്നെ അതൊന്നും അല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ മനസ്സിൽ ഉള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു സമൂഹത്തിൽ മൊത്തം വെറുക്കപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടാതെ പോയ ഒരാളാണ്. മാതാപിതാക്കൾക്ക് വേണ്ടാതെ പോയ ഒരാൾ, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടാതെ പോയ ഒരാൾ, സാമ്പത്തികമില്ലാത്തതുകൊണ്ട് പലതരത്തിലും തകർന്നു പോയ ഒരാളാണ്. ദാമ്പത്യ ജീവിതവും എനിക്ക് അവിടുത്തെ തുടർച്ചയിൽ എനിക്ക് തകർച്ചയുണ്ടായി. അപ്പോൾ അതൊക്കെ എൻ്റെ തകർച്ചകളുടെ മാനദണ്ഡങ്ങളാണ്. ഇതൊക്കെ വരുമാനമില്ലായ്മ അല്ലെങ്കിൽ സമ്പത്തില്ലായ്മ ഇതൊക്കെയായിരുന്നു എൻ്റെ ജീവിതത്തെ തകർച്ചയെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ പക്ഷേ ഞാൻ സമ്പത്തിനെ ഒരിക്കലും സ്നേഹിച്ചില്ല. സമ്പത്തിൻ്റെ പിന്നാലെ ഞാൻ ഒരിക്കലും പോയിട്ടില്ല. എനിക്ക് പണം വേണമെന്ന് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയുള്ള സർവീസ് ചെയ്യുകയോ ഞാൻ എവിടെയും ചെയ്തിട്ടില്ല. അവിടെയാണ് എനിക്ക് മാറ്റം കിട്ടിയത്. അന്ന് ഞാനൊരു പക്ഷേ പണത്തിന് പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ന് ഞാൻ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ അവിടെ നിന്ന് എനിക്ക് മാറ്റം കിട്ടിയതിൻ്റെ കാരണം ഞാൻ ആ സമ്പത്തിൻ്റെ പിന്നാലെ പോകാഞ്ഞതുകൊണ്ട് തന്നെയാണ്. ഇപ്പോഴും എൻ്റെ മുമ്പിൽ ഒരുപാട് ഓപ്ഷനും ഒരുപാട് സാഹചര്യങ്ങളും ഉണ്ട്. ഇവിടെ ഒരുപാട് സംഘടനകൾ എന്നെ സമീപിക്കാറുണ്ട്. മഹാത്മ ജനസേവനം ഞങ്ങളുമായിട്ട് ലയിക്കുക, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ചേർക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസംഘടനയുടെ ബേസിക്കലി നിങ്ങളാകുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് വരാറുണ്ട്. ഞാനതിലൊന്നും തയ്യാറല്ല. എനിക്ക് സ്വതന്ത്രമായി നിൽക്കാനാണ് ആഗ്രഹം. സ്വതന്ത്രമായൊരു ചിന്തയാണ് ഞാൻ ഇവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. സാർ ഇത്രയും ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു യാത്രയിൽ ഇത്രയും കടന്നു വന്നു. എപ്പോഴാണ് സാർ 2013 ഇങ്ങനെ ഒരു മഹാത്മാ ജനസേവന കേന്ദ്രം തുടങ്ങാനുള്ള ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് വരുന്നത്? ഇപ്പം സാറിന് പറഞ്ഞ പോലെ ഡൈനാമിക് ആക്ഷനുമായിട്ട് സാർ ഓൾറെഡി തുടർച്ചയായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആദ്യമായിട്ടൊരു ജീവിതത്തിൽ ഇങ്ങനെ ഒരു വേറെ ആൾക്കാർക്ക് വേണ്ടി സർവീസ് ചെയ്യാനുള്ളൊരു ഭാവം, അതിൻ്റെ ഒരു ബീജം വന്നിട്ടുണ്ട് ആദ്യമായി തുടങ്ങിയത്. പക്ഷെ എന്നാലും ഒരു ടേണിംഗ് പോയിൻറ്റ് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം മഹാത്മാ ജനസേവന കേന്ദ്രം ഇങ്ങനെ തുടങ്ങണം, ആ 2013 സാർ തുടങ്ങുന്നു. അതിൻ്റെ ഒരു എങ്ങനെയാണ് ആ ഒരു സന്ദർഭം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു മൊമെൻ്റ് ഉണ്ടാകുന്നത്? ഞാൻ ഏകദേശം ഒരു 2003-2004 മുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആദ്യമേ എൻ്റെ വിവാഹ ജീവിതം എനിക്ക് തോന്നുന്നു 1999 എൻ്റെ വിവാഹം കഴിയുന്നത്. വിവാഹ ജീവിതം ടോട്ടലി ഫെയിലായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് ഏകദേശം സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് മാറിയായിരുന്നു. അപ്പം ഞാൻ വിവാഹം ചെയ്ത സ്ത്രീക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങളോട് താല്പര്യമില്ലായിരുന്നു. അവരപ്പോഴും അതിനെ എതിർത്തുകൊണ്ടേയിരുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഞാനൊരു പണസമ്പാദനത്തിൻ്റെ ഭാഗമായി മാറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വിധേയനാകാൻ എനിക്കും പലപ്പോഴും കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഈ സാമൂഹ്യ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരിയുമായിട്ട് പിരിയാനുള്ളൊരു കാരണം. അപ്പം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളായി ആദ്യം. അപ്പം മൂത്ത മോനായ ശേഷം അവർ വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല. അവരങ്ങനെ അവരുടെ വീട്ടിൽ തന്നെ നിൽക്കുകയും പിന്നീട് രണ്ടാമത്തെ മോനെ ഞാൻ അവിടെ പോയി അവരുമായി ജീവിക്കാൻ ശ്രമിച്ചു. അവിടെയും അവർ പരാജയമാണ്. അവിടെയും നമ്മളുമായിട്ട് ചേർന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്. കാര്യം അവരുടെ മാത്രം കുറ്റമല്ല, എനിക്ക് കാണും കുറേ കുറവുകളൊക്കെ കാണും. കാര്യം അവരാഗ്രഹിക്കുന്ന ജീവിതം കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് അതിൻ്റെ കാരണം. പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. കുടുംബ മഹിമയൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ. നമ്മുടെ അച്ഛനമ്മമാർ ഇങ്ങനെയൊക്കെയായിരുന്നു, അവർ കൊച്ചിലായിരുന്നു കളഞ്ഞു പോയവരൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒരു മഹിമയായിട്ടാണല്ലോ സമൂഹം കണക്കാക്കുന്നത്. അപ്പം ആ തരത്തിലുള്ള കുറേ ആക്ഷേപങ്ങൾ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഇപ്പോൾ മുമ്പേ പറഞ്ഞ ഒരു വലിയ വേദനാജനകമായ കാരണം വെച്ചാൽ അച്ഛനും അമ്മയൊക്കെ ജീവനോടിരിക്കുമ്പോൾ ഈ അനാഥനായിട്ട് വളരുന്നത് വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അധ്യാപകർ ചോദിക്കും, എഴുന്നേക്കും, പേര് ചോദിക്കും, പേര് പറയും, അച്ഛൻ്റെ പേരെന്തോ, അച്ഛൻ്റെ പേര് ഇന്നതാ, ശരി, അച്ഛനെന്താ ജോലി, അതറിയത്തില്ല. ഈ ഒരൊറ്റ ചോദ്യം അച്ഛനില്ലാത്തവനായി മാറുന്നൊരവസ്ഥയുണ്ട്. കാരണം അതൊരു എന്താ പറയുക, അപ്പോൾ കൂടിയിരിക്കുന്ന കൂട്ടുകാരൻ മൊത്തം അവർ അച്ഛനില്ല. കാരണം എന്താണ്, അച്ഛൻ്റെ ജോലി പോലും നമുക്കറിയില്ല, അച്ഛൻ എവിടെ താമസിക്കുന്നത് അതും അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അച്ഛൻ ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ രസകരമായ കാര്യമുണ്ട്. അച്ഛൻ കഴിഞ്ഞ മുമ്പത്തെ വർഷമാണ് മരിക്കുന്നത്. ആ മരിക്കുന്നതിന് മുമ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തത്. മനസ്സിലായി. അച്ഛൻ വേറെ വിവാഹം കഴിച്ചു, അച്ഛന് വേറെ 3 മക്കളുണ്ട്, അവരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഉണ്ടായിട്ടും അച്ഛൻ്റെ മരണസമയത്തോ അല്ല അച്ഛൻ വയ്യാതായപ്പോഴും അച്ഛൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അച്ഛനെ ഞാൻ കണ്ടുപിടിക്കുന്ന 17ാമത്തെ വയസ്സിലാണ്. 17ാമത്തെ വയസ്സിൽ അച്ഛനെ കൊല്ലാൻ വേണ്ടി പോയതാണ് ഞാൻ. പക്ഷേ അവിടെ ചെന്ന് എൻ്റെ മനസ്സാക്ഷി അതിനനുവദിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റി. എന്തോ അവിടെ ചെന്ന് അത് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ, എന്നെ തിരിച്ചറിഞ്ഞപ്പോഴുണ്ടാകുന്ന ചില ഇതുണ്ടല്ലോ, ഒരു മകനെന്ന നിലയിലുള്ള എൻ്റെ ധാർമ്മികതയായിരിക്കാം അതിനൊന്നും ചെയ്യാൻ തുനിയാതെ
ഞാൻ അദ്ദേഹത്തോട് ക്ഷമിച്ച് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അങ്ങനെ തിരിച്ചു വന്ന ശേഷം എനിക്ക് നല്ല നിലയുണ്ടായപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ആ സഹോദരങ്ങളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാനിപ്പം എൻ്റെ മുമ്പിൽ പലരും ഇവിടെ വന്നിരിക്കുമ്പോൾ പല അച്ഛനമ്മമാരെയും കൊണ്ട് കളഞ്ഞേച്ച് പോകുമ്പോഴത്തേക്ക് ആൾക്കാർ പറയും, അയാൾ 10 വർഷത്തോടെ ഞങ്ങൾ നോക്കിയിട്ടില്ല എന്നൊക്കെ പറയും. ജന്മം തന്നിട്ട് പോയി എന്നുള്ളതല്ലാതെ യാതൊരു ബാധ്യതയും ഞാനും എൻ്റെ അച്ഛനുമായിട്ടില്ല. ഒരു നാരങ്ങ വെള്ളം പോലും പുള്ളിയുടെ ചിലവ് ഞാൻ കുടിച്ചിട്ടില്ല. ആ മനുഷ്യൻ്റെ മരണസമയത്തും അദ്ദേഹത്തിൻ്റെ വയ്യാഴ്ത്ത സമയത്തും ഒക്കെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകാൻ കഴിഞ്ഞു എന്ന് പറയുമ്പം എൻ്റെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. കാരണം എനിക്കൊരു വൈരാഗ്യവും ആ കാര്യത്തിലില്ല. ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് സഹായമാകാൻ കഴിയാതെ പോയ എൻ്റെ അമ്മയുണ്ട്. അമ്മയുടെ ഗതികേട് കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. പക്ഷേ ആ ഗതികേട് കൊണ്ട് അങ്ങനെ ആയിപ്പോയ അമ്മ, ആ അമ്മയെ 10-20 വർഷം കൊണ്ട് ഞാൻ തന്നെയല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് പരിഹരിക്കുന്നതും നോക്കുന്നതും. എനിക്ക് യാതൊരുവിധ വിഷമവും ഇല്ല, സങ്കടവും ഇല്ല. വളരെ സന്തോഷത്തോടെ എനിക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ മഹാത്മാ ജനസേവന കേന്ദ്രം തുടങ്ങാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, ഞാൻ അതിനുശേഷം ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നിർത്തി പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് എത്തി. പല സംഘടനകളിൽ കൊച്ചി ബേസിക്കായിട്ടാണ് പിന്നെ കുറേയധികം സംഘടനകൾക്ക് വേണ്ടി സർവീസ് ചെയ്തു. ശേഷം ഞാൻ പിന്നെ കൊല്ലം ജില്ലയിലെ 2 സംഘടന, പ്രമുഖമായ 2 സംഘടനകൾക്ക് വേണ്ടി ഞാൻ സർവീസ് ചെയ്യുകയുണ്ടായി. അങ്ങനെ കുറേയധികം വർഷങ്ങൾ ഞാൻ ആ ഒരു സമയത്ത് സർവീസ് ചെയ്തു. ശേഷം 2012 ഈ സംഘടനകളിലൊക്കെ ഞാൻ മാറുന്നത്. എനിക്ക് ചെയ്തു കൊടുക്കാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ഞാൻ ഇത്തരം സംഘടനകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരുപാട് കേസുകൾ, കാരണം അത്തരം സമയങ്ങളിൽ ഈ ചങ്ങലയ്ക്ക് കിടക്കുന്ന ആൾക്കാരെയൊക്കെ എടുത്തുകൊണ്ട് പോവുക, HIV പേഷ്യൻ്റ് എടുത്ത് സംരക്ഷിക്കുക, അങ്ങനെ കുറേയധികം സർവീസ് ഞാൻ സമൂഹത്തിൽ അന്ന് ആ കാലഘട്ടത്തിൽ മറ്റ് സംഘടനകളിൽ നിന്നോട്ട്. മറ്റ് സംഘടനകൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകൾ കലയവൃത്തെ ആശ്രയ സങ്കേതം ജോസാറിൻ്റെ കൂടെയാണ് കുറേയധികം കാലം കണ്ടായിരുന്നത്. പിന്നെ പത്മനാഭൻ ഗാന്ധി ഭവനിൽ സോമനാഥ് സാറിൻ്റെ കൂടെ കുറേയധികം കാലം ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ കൂടെ നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ വലിയ ആക്ടിവിറ്റീസിൽ എനിക്ക് പങ്കാളിയാവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യമാണ്. അവരൊക്കെ തന്ന ചില അവസരങ്ങളാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മാറിക്കഴിഞ്ഞ് ഞങ്ങളൊരു ചെറിയ ജെറിയാട്രിക് കെയർ ഹോസ്പിറ്റൽ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തതും തുടങ്ങിയതുമൊക്കെ. അത് വലിയ തെറ്റില്ലാതെ തുടക്കമിട്ടു. അതും ഈ പേര് തന്നെയാണ്, മഹാത്മാ എന്നുള്ള പേര് തന്നെയാണ് തുടങ്ങിയത്. അതങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരുന്ന സമയങ്ങളിൽ പത്തനംതിട്ട ജില്ലയിലെ ഉദ്യോഗസ്ഥരും ഭാരവാഹികളും ഒക്കെ എന്നോട് പറഞ്ഞ്, കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ, കളക്ടറാണ് എനിക്ക് ആദ്യമായി ഒരു ശുപാർശ ചെയ്യുന്നത്. അവിടെ ഒരു 107 വയസ്സുള്ള ഒരു അമ്മയെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ട്, അന്ന് ഹരികൃഷ്ണ സാറായിരുന്നു അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് ആദ്യമായി ഞാനൊരു അന്തേവാസിയാണ് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിന് മുമ്പ് ഒരുപാട് സ്ഥാപനങ്ങൾ സർവീസ് ചെയ്തൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായതുകൊണ്ടാണ് അവരെന്നോട് അങ്ങനെ റിക്വസ്റ്റ് ചെയ്തത്. ഞാൻ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഞാനത് ഓർഫനേജ് ഓൾഡ് ഏജ് ഹോമാക്കി മാറ്റുന്നത്, മഹാത്മാ ജനസേവന കേന്ദ്രം ഓൾഡ് ഏജ് ഹോമാക്കി മാറ്റുന്നത്. പക്ഷേ എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സാധാരണ കെട്ടിടങ്ങളല്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരുപാട് ആളുകൾ അവർക്ക് ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. അവരൊക്കെ മനുഷ്യരാണ്. അവരൊക്കെ എന്തോ ഒരു അവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ആ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയെ അവർ ചൂഷണം ചെയ്യപ്പെട്ടവരാണ്. വീണ്ടും ചൂഷണങ്ങളിലേക്ക് പോകാതെ അവരുടെ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാം. അതായത് ഞാൻ എന്നെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എൻ്റെ മാതാപിതാക്കളാണ്. അവരുടെ സ്നേഹം, മാതാപിതാക്കൾ, അവരോടൊപ്പമുള്ള ആ ജീവിതം, അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പകരം ഞാനിന്ന് നേടിയേക്കുന്നത് 400ഓളം അച്ഛനമ്മമാരെയാണ്. അവരെൻ്റെ ചുറ്റുമുണ്ട്. ഞാൻ ഇറങ്ങി അങ്ങോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെന്നെ പൊതിഞ്ഞ് നിൽക്കും. എപ്പോഴും വന്നത് ആ സ്നേഹത്തിൽ തീർച്ചയായിട്ടും അവരെന്നെ പൊതിഞ്ഞ് നിൽക്കും. അവർ ഓരോരുത്തരും വന്ന് എൻ്റെ കൈകളിൽ അങ്ങനെ പിടിക്കും. അവരെന്നെ വന്ന് തലോടും. എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും ഒക്കെ ചെയ്യാൻ കഴിയാതെ പോയ കുറേയധികം കാര്യങ്ങൾ അവരെനിക്ക് വേണ്ടി ചെയ്യുകയാണ്. അവരെ നഷ്ടപ്പെടുത്തുന്ന മക്കളോട് എനിക്ക് വിഷമമേ ഉള്ളൂ. കാരണം ശരിയായിരിക്കും, അവരുടെ കൾച്ചറിനനുസരിച്ച് മാറാൻ ഈ മാതാപിതാക്കൾക്ക് കഴിയില്ല. ഓലപ്പുരയിൽ വളർന്ന, അല്ലെങ്കിൽ കിടക്കാനിടവില്ലാത്ത കാലഘട്ടത്തിൽ കണ്ടത്തിലും ഒക്കെ കിടന്ന് വളർന്ന ആളുകൾ ഇപ്പോഴത്തെ മാർബിൾ പാലസുകളിലും ടൈലുകൾ കാത്തുമൊക്കെ കിടന്നുറങ്ങാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അവർ ചിലപ്പോൾ അവിടെ നിന്ന് മൂത്രം ഒഴിച്ചു വയ്ക്കും, ചിലപ്പോൾ തുപ്പി വയ്ക്കും. ഇതൊക്കെയാണല്ലോ നമ്മുടെ മക്കൾക്ക് വിരോധത്തിന് കാരണമാകുന്നത്. കൊച്ചുമക്കളുടെ കൾച്ചറിനനുസരിച്ച് മാറാൻ ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാർക്ക് കഴിയില്ല. അവർ പറയുന്ന പോലെ ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ് പറയാൻ ഇവരെ കൊണ്ട് കഴിയില്ല. അവരുടെ ലാംഗ്വേജിനനുസരിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് മാറിപ്പോകാൻ ഇവരെ കൊണ്ട് കഴിയില്ല. ഇവർ ചേനയും കാച്ചിലും ചേമ്പൊക്കെ തിന്ന് ജീവിച്ചവർക്ക് അതാണ് അവരുടെ ഇൻട്രസ്റ്റിങ്. ആ കൾച്ചറിനനുസരിച്ച് മാറാൻ പോകാതെ കഴിയാതെ പോയിട്ടുള്ള കുറേ മാതാപിതാക്കളുണ്ട്, ഒറ്റപ്പെട്ടു പോയവർ. പിന്നെ ഉണ്ടായിരുന്ന സ്വന്തം പേരിലുണ്ടാകുന്ന പ്രോപ്പർട്ടിയൊക്കെ എഴുതി മക്കൾക്കും കൊച്ചുമക്കൾക്കും സഹോദരങ്ങൾക്കൊക്കെ വേണ്ടി കൊടുത്ത് സ്നേഹിച്ചൊക്കെ അവർ നോക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ച് അങ്ങനെ ജീവിക്കുമ്പോഴായിരിക്കും ഇവർ പുറംകാലടിച്ച് വെളിയിൽ കളയുന്നത്. അങ്ങനെ തെരുവിലെത്തപ്പെടുന്ന കുറേ ആളുകളെയാണ് ഞാനിപ്പോൾ ഇവിടെ സംരക്ഷിക്കുന്നത്. അപ്പം അങ്ങനെ ഒരാളായി മാറുക എന്നുള്ളത് ഒരു പക്ഷേ അതൊരു നിയോഗമാണ്. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് അതിന് ഒരു ചെറിയൊരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കവിയൂർ, തിരുവല്ല കവിയൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടെ ഞാനിങ്ങനെ പോകുമ്പോഴത്തേക്ക് എനിക്കൊരു കടമുറി അവിടെ നിന്ന് വാടക കൊടുക്കാൻ എഴുതിയിട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ ഞാനത് വെച്ചു ആ വാടക അത് വാടകയ്ക്ക് കിട്ടാൻ മാർഗ്ഗം ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്നെപ്പോലൊക്കെ അത് എടുക്കാൻ പറ്റില്ല. കാരണം 1000 രൂപയാണ് ഡെപ്പോസിറ്റ് ചോദിക്കുന്നത്. അന്ന് 100 രൂപ വാടകയും 1000 രൂപ ഡെപ്പോസിറ്റുമാണ് നമുക്ക് വേണ്ടത്. ആ 100 രൂപ ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ 1000 രൂപ എനിക്ക് സ്വപ്നം കാണാൻ കഴിയില്ലാത്തൊരു കാലമുണ്ട്.
ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരു വാഹനം എൻ്റെ ഒരു സഹായി എനിക്ക് എടുത്തു തന്നു. അങ്ങനെ ഒരു ഇന്നോവ 6000 നമ്പറുള്ളൊരു ഇന്നോവയാണ്. ആ വണ്ടിയിൽ ഞാൻ അങ്ങനെ സഞ്ചരിക്കുമ്പോഴത്തേക്ക് ഈ കടയുടെ മുമ്പിൽ കൂടെ പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു, അനീഷ്, എൻ്റെ അന്നത്തെ വണ്ടി ഓടിച്ചിരുന്ന പയ്യൻ അനീഷാണ്. ഞാൻ, അനീഷെ നീ വണ്ടി ഒന്ന് നിർത്തി, നീ ആ കടയുടെ മുമ്പിൽ നിർത്തി. ഞാൻ ഇറങ്ങി, ഞാൻ അവിടെ വന്നിച്ച് ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് നാരങ്ങാളം മേടിച്ച് കുടിച്ചു. ആ കടയാരെന്ന് പറയത്തില്ല, ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് നാരങ്ങാളം മേടിച്ച് കുടിച്ചു. അവനോട് മതി നാരങ്ങാളം കുടിച്ചോളാം പറഞ്ഞു, അവനും കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ വണ്ടിയെ തിരിച്ച് കയറി. അങ്ങനെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഞാൻ പറഞ്ഞു, നീ കണ്ടോ, നീ ആ ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യാൻ തയ്യാറുണ്ടോ? അവൻ പറഞ്ഞില്ല. എന്നാൽ ആ ചേട്ടൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ടത് ഞാനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവനാണ്, അണ്ണാ എന്താ പറയുന്നത്? അതേടാ, ആ കടമുറി ഞാൻ ചോദിച്ചതാണ്. അന്ന് ആ കടമുറി എനിക്ക് തന്നിരുന്നുവെങ്കിൽ, ആ കടമുറി എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ആ ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് നാരങ്ങാളം ഒഴിച്ചു തരേണ്ടത് ഞാനാണ്. നീയെ വിധിയുള്ളത് കൊണ്ട് തന്നെ നീ എൻ്റെ കൂടെ അവിടെ വന്ന് ജോലി ചെയ്യേണ്ടി വന്നേരം, എനിക്ക് നാരങ്ങാളം ഒഴിച്ചു തരുന്ന സഹായിയായിട്ട് നീ നിൽക്കേണ്ടി വന്നേരം എന്ന് പറയുമ്പോൾ അവരിരുന്ന് ചിരിക്കുകയാണ്. ഞാനത് യാഥാർത്ഥ്യമാണ് പറഞ്ഞത്, സത്യമാണ് പറഞ്ഞത്. ഞാനന്ന് ഒരുപാട് ദൈവത്തെ ശപിച്ചിട്ടുണ്ട്. ഒരു സൈക്കിൾ വാങ്ങിക്കാൻ കഴിയാത്ത കാലഘട്ടം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 10 പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഉച്ചഭക്ഷണം കഴിക്കാതെ പട്ടിണി നടന്നു വന്ന ഒരു വിദ്യാർത്ഥിയുടെ ജീവിതാവസ്ഥയിൽ നിന്നും ഇന്ന് ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരാളായി മാറാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സമൂഹം അതിന് സാഹചര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ അവഗണിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്ന് എന്നെ സ്നേഹിക്കുന്നൊരു വലിയ സമൂഹത്തെ എനിക്ക് ചുറ്റും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് വിധി, അതാണ് നിയോഗം. അങ്ങനെയാണ് എനിക്ക് കാണാൻ ആഗ്രഹിക്കുന്നത്. സാർ പറഞ്ഞു 400-ലധികം മാതാപിതാക്കൾ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും ഒരു ജീവിതത്തിൻ്റെ പല ഘട്ടത്തിൽ നിന്ന് സാഹചര്യങ്ങളിൽ ഇവിടെ എത്തുന്നു. അവർ മാനസികമായിട്ട് ഒത്തിരി വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ശാരീരികമായിട്ട് അവർ ഒത്തിരി പ്രയാസത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും സംരക്ഷിക്കാനുള്ള എങ്ങനെയാണ് സാറ് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള അവർക്കുള്ള എല്ലാം കെയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഏത് രീതിയിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണാൻ പറ്റും. ഇവിടെ ഒന്ന് കാണുമ്പോൾ നിങ്ങളൊന്ന് കാണണം. കാരണം വെച്ചാൽ ഇവിടെ കൊച്ചു വീടുകളാണ് ഞാൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി നടക്കാനുള്ള സൗകര്യം ഞാൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ തോടുണ്ട്, പുഴയുണ്ട്. ആ പുഴയിൽ അവർക്ക് ഇറങ്ങി കുളിക്കാം. ഇവിടെ ഫിഷ് ഫാമിംഗ് ഉണ്ട്, അവർക്കത് ഇറങ്ങി കാണാം. അവർക്ക് അവിടെ മീൻ തീറ്റ കൊടുക്കാം, മീനെ പിടിക്കാം. ഇവിടെ നിൽക്കുന്ന ഓരോ ഫ്രൂട്ട്സിലും വാഴപ്പഴം ഉൾപ്പെടെയുള്ള എല്ലാ പഴവർഗ്ഗങ്ങളും അവർക്ക് കഴിക്കാനുള്ളതാണ്. ഇതൊക്കെ ഇപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഓരോ ചെടിയുടെ ചുവട്ടും ഞാൻ പോയി നിൽക്കും. ഞാൻ ആ ചെടിയോട് സംസാരിക്കും. കാരണം അവർക്ക് ജീവനുണ്ട്. ഇവിടെ നിൽക്കുന്ന ഒരു വാഴക്കൊല പൊട്ടിക്കീറി പഴുത്തിട്ട് ഞാൻ മുറിക്കുമെന്ന് പറയും. എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. ഇവിടെയുള്ള ഓരോ ജീവജാലങ്ങൾക്കും, ഇവിടെ നിൽക്കുന്ന കാക്കയ്ക്കും പൂച്ചയ്ക്കും ചെള്ളിനും എല്ലാത്തിനും കൂടെ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് അവർക്കൂടുള്ളതാണ്. അത് നിങ്ങൾ മുറിക്കേണ്ട, അത് അവിടെ നിന്നോട്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ കാണാതെ മുറിച്ചാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം ഇവരുടെ എൻ്റർടൈൻമെൻറ്റ് അതാണ് ശരിക്കും പറഞ്ഞാൽ. ഇവർ ഈ കൃഷിയും ഈ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. സ്വന്തം പറമ്പായിട്ട് അവരുടെ താമസിക്കുന്ന ഓരോ വീടും അവരുടെ വീടായിട്ടാണ് അവർ വീട്ടിൽ താമസിക്കുന്നത്. ഇവിടെ ചായക്കടയുണ്ട്. ആ ചായക്കട വന്നവർക്ക് ചായ കുടിക്കാം. അവിടെ നമ്മുടെ ക്യാൻറ്റീനുണ്ട്. ആ ക്യാൻറ്റീനിൽ പോയി ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. ഇനി ഇവിടെ തുണിക്കട വരാൻ പോവുക. തുണിക്കട അവർക്ക് ഇഷ്ടമുള്ള തുണി എടുക്കാനായിട്ടാണ്. അതുപോലെ തന്നെ സ്റ്റേഷനറി കട വരും. അവർക്ക് സോപ്പ് ചീപ്പ് സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. ബാർബർ ഷോപ്പുണ്ട്. ബാർബർ ഷോപ്പ് ഓൾറെഡി ഇവിടെ ബാർബറുണ്ട്. പുള്ളി തന്നെ എല്ലാം എന്നാൽ പോലും പുള്ളിയുടെ ബാർബർ ഷോപ്പിൽ ഇപ്പം പണി തുടങ്ങാൻ പോവാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ബാർബർ ഷോപ്പിൽ വന്നിട്ട് മുടി വെട്ടാം. ഇവിടെ സിനിമ തിയേറ്റർ ഉണ്ടാക്കുന്നുണ്ട്. ആ തിയേറ്ററിൽ കയറി അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ സിനിമ കാണാം. ഇതെല്ലാം ഒരു ഇന്റേണൽ കറൻസി പോലെ, കറൻസി എന്നല്ല പറയാൻ പറ്റുന്നത്, ഒരു കൂപ്പൺ പോലൊരു സംഭവം ഉപയോഗിച്ച് അവർക്ക് ഇതെല്ലാം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഞാനിവിടെ സൃഷ്ടിക്കുകയാണ്. എൻ്റെ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന കൃഷിയുണ്ട്, പിന്നെ ക്യാൻഡിൽസ് മേക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഞാനൊരു മാസിക മാഹാത്മ്യ മന്ത്രി പറഞ്ഞൊരു മാസിക ഇറക്കുന്നുണ്ട്. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനൊക്കെ അപ്പുറം ഒരുപാട് നല്ല മനുഷ്യർ ഇവിടെ കാണുകയും കേൾക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. അവരുടെ വീട്ടിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ പിറന്നാൾ ദിവസം അവർ വേറെ ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച് ഇവിടെ വന്ന് ഇവരോടൊപ്പം ഇരുന്ന് ഒരുപടി ഭക്ഷണം കഴിക്കും. അപ്പോൾ ഞങ്ങൾക്കുള്ള ഭക്ഷണം കൊണ്ടുണ്ടാകും. അതുപോലെ തന്നെ ഓരോ വീടുകളിലെ ഓർമ്മ ദിവസങ്ങൾ, ചില മാതാപിതാക്കളുടെ ഓർമ്മ, ചില കുഞ്ഞുങ്ങളുടെ ഓർമ്മ, ചില സഹോദരങ്ങളുടെ ഓർമ്മ അവരിവിടെ വന്ന് ആചരിക്കും. ചില അവരുടെ വിവാഹ വാർഷികം ആഘോഷിക്കും. ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഇവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചും പാട്ടുപാടിയും സന്തോഷിച്ചും ഒക്കെ അവർ റിലാക്സ് ചെയ്ത് മടങ്ങിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു വരുമാന സ്രോതസ്സോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒത്തുവരുന്നത് ഈ വഴിയിലൂടെയാണ്. ഒരു വീടിൻ്റെ അന്തരീക്ഷം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന രീതിയിൽ നമ്മളൊരു റെഗുലറായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു സദനം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ല. മീൻസ് അവരെ ഒരു തടവിനകത്ത് കൊണ്ടുപോയിടുന്ന അവരെ ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരിക. അതും ആ പ്രായത്തിൽ രാവിലെ എണ്ണിച്ച് അത് ചെയ്യണം, മറ്റേ ചെയ്യണം, അങ്ങനെ ചിട്ടകൾ പാലിപ്പിച്ച് അങ്ങനത്തെ അല്ല. അപ്പം ഒരു വീടിൻ്റെതായാലും അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് അവരുടെ വീടായിട്ട് അവർ രാവിലെ എഴുന്നേറ്റ് വന്നാൽ അവർക്ക് പല്ലൊക്കെ തേച്ച് വന്നാൽ അവിടെ ഒന്ന് കട്ടൻ ചായ കിട്ടാം.
ആ കട്ടൻ ചായ കുടിച്ചിട്ട് പോയി കറങ്ങി ഒന്ന് തിരിച്ച് വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ന്യൂസ് പേപ്പറൊക്കെ ഉണ്ട്, ന്യൂസ് പേപ്പറിൻ്റെ ടെലിവിഷനോട് കണ്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. അവിടെ പോയി ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. ഇന്നത് ചെയ്യാൻ ഇന്ന് ഇവിടെ ആരും നിർമ്മിക്കുന്നില്ല, ആരെന്ത് ചെയ്യുന്നു നോക്കുന്നതും അറിയില്ല. അതൊക്കെ അവരവരാണ്, അവർക്ക് ഇഷ്ടമാണ്. ഇവർ കടല കൃഷി ചെയ്യുന്നുണ്ട്, ഇവിടെ കോളിഫ്ലവർ കൃഷി ചെയ്യുന്നുണ്ട്, കാബേജ് കൃഷി ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെല്ലാം സാധനങ്ങളാണ്. അത് അവരുടെ താല്പര്യം അനുസരിച്ച്. ഇപ്പോൾ ഓരോരുത്തർ കണ്ടില്ല, ഇപ്പം നമ്മളവിടെ വരുമ്പോൾ ഫ്രാൻസേട്ടൻ കണ്ടുകൊണ്ട് ക്യാൻഡിൽസ് ഉണ്ടാക്കുകയാണ്. അത് ഫ്രാൻസേട്ടന് ഇഷ്ടമാണ്, ഫ്രാൻസേട്ടൻ്റെ ആഗ്രഹമാണ്, അദ്ദേഹം അത് ചെയ്യുകയാണ്. ഇപ്പോൾ ചിലരുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ചന്ദനത്തിരി ഉണ്ടാക്കാം, സോപ്പ് ഉണ്ടാക്കാം. ഞാൻ മേടിച്ചാലും നിങ്ങൾ ഉണ്ടാക്കിക്കും, ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് പുറത്തു പോയി മേടിക്കണ്ടല്ലോ. അതിനുവേണ്ടി ഒരു സ്റ്റാൾ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു കറി പൗഡർ യൂണിറ്റ് കൂടെ ആരംഭിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റ് എസൻസുകളൊന്നും ഇല്ലാതെ ഈ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ കണ്ടില്ല ഇവിടെ കറുവപ്പട്ട വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ കാട്ടിൽ നിന്ന് കിട്ടുന്ന കറുവപ്പട്ട എന്നൊക്കെ പറയുന്നത് കറുവപ്പട്ടയൊന്നും ആയിരിക്കത്തില്ല, വേറെ എന്തൊക്കെയോ തടിയൊക്കെ വെട്ടിക്കയറ്റിയിട്ട് നമ്മളെ പറ്റിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടരുതെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും, ഇതൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു ഭാഗം കൂടെ ഞാൻ ഇന്നത്തെ ചിന്തിക്കുന്നുണ്ട്. അതിനുള്ള സാഹചര്യം ഇത് എൻ്റെ ആയുസ് ദൈർഘ്യം എത്രയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിരിക്കാം എൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം. ഇനി വരുന്നൊരു തലമുറയ്ക്കാണ് എൻ്റെ ഈ ഓരോ പ്രവൃത്തി, അല്ലാതെ എനിക്ക് വേണ്ടിയോ എൻ്റെ മക്കൾക്ക് വേണ്ടിയോ അല്ല. കാര്യം അവരൊക്കെ അവരുടേതായ തലത്തിലേക്ക് പോയി. അതെ 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 തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പേ ആദ്യം എൻ്റെ ഞങ്ങൾ എൻ്റെ ഭാര്യയും ഞാനുമായിട്ട് അങ്ങ് വേർപെടുത്തി കഴിഞ്ഞു. പിന്നെ എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഉത്തമമായ എന്നോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടി ഞങ്ങൾ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് എന്നോടൊപ്പം ജീവിതവുമായി. അപ്പം ഞങ്ങൾക്ക് 4 മക്കളുണ്ട്. അപ്പോൾ മൂത്തയാളിപ്പം BDS പഠിക്കുന്നു, രണ്ടാമത്തെ ആളിപ്പം CMA ഫൈനൽ ചെയ്യുന്നു, പിന്നെയുള്ള 2 പേരും 9th പഠിക്കുന്നു. അപ്പം ഞങ്ങൾ തികച്ചും സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം തന്നെ നയിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഒരുപാട് വലിയ ഷോകളിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഞങ്ങൾ അതിഥികളായിട്ട് വിളിക്കുകയും ഞങ്ങളവിടെ പോയി കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഒരിക്കൽ പോലും ഒന്നും മറച്ചു വെക്കാതെ വളരെ ട്രാൻസ്പെറൻ്റായി ഞങ്ങളുടെ കഥകൾ പറയുന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചാലേ, ഈ ഞങ്ങൾ അനുഭവിച്ച അതിനേക്കാൾ ദുരന്തപൂർണ്ണവും ഗതികേടുമുള്ള അനുഭവങ്ങളുമായി ജീവിക്കുന്ന കുറേയധികം മനുഷ്യ സമൂഹത്തിലുണ്ട്. ഈ അവരെന്ത് ചിന്തിക്കും, അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഞാനങ്ങനെ ചെയ്യുന്നത് മോശമാണോ എന്ന് ചിന്തിച്ച് ദുരഭിമാനം കൊണ്ട് തകർന്നു പോകുന്നതാണ് ഏറെക്കൂടെ ജീവിതങ്ങൾ. ഈ നമ്മളെ തകർക്കുന്നത് ഏറ്റവും കൂടുതൽ ദുരഭിമാനമാണ്. അവരെന്ത് ചിന്തിക്കും എന്നുള്ള ചിന്താഗതി മാറ്റണം. ഇതിനെതിരെയാണ് ഞങ്ങളുടെ പ്രവൃത്തിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്കിങ്ങനെയാണ്, ഞങ്ങളുടെ ഗതികേട് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ സംഭവിക്കേണ്ടി വന്നു. പക്ഷേ ഞങ്ങൾ ഇന്ന് അങ്ങനെ അല്ല. ഇന്ന് ഈ സമൂഹത്തിൽ ഞങ്ങൾ മുഖ്യധാരയിലാണെന്ന് ഞങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട്. അപ്പം മാനസികമായിട്ട് സാറ് പറഞ്ഞു ഇവിടെ കൂടുതൽ സ്വാതന്ത്ര്യങ്ങളുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത് കൂടാതെ അവരുടെ ശാരീരികമായിട്ടുള്ള അതിൻ്റെ എങ്ങനെയാണ് കെയർ? ഇപ്പം ഒത്തിരി ആൾക്കാർ മെഡിസിൻ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, വേറെ അവരുടെ ശാരീരികമായി. ഇവിടെ ഏകദേശം ഒരു 140ഓളം പ്രവർത്തകരുണ്ട്. ഈ 400 അന്തേവാസികൾ കൂടെ അവരെ കെയർ ചെയ്യാൻ വേണ്ടി 140. അതിനകത്ത് നേഴ്സസ് ഉണ്ട്. അത് GNM BSc ഒക്കെ കഴിഞ്ഞിട്ടുള്ള നേഴ്സസാണ്. അവരാണ് ഇവരുടെ ആരോഗ്യ പരിചരണത്തിൽ കാര്യങ്ങൾ നോക്കുന്നത്. മെഡിസിനും മറ്റു കാര്യങ്ങളെല്ലാം അവർ ഫോളോ അപ്പ് ചെയ്യും. സൈക്കാട്രി പ്രോബ്ലം ഉള്ള, അല്ലെങ്കിൽ സൈക്കാട്രി പ്രോബ്ലം ഒന്നല്ല, ഒരു ഓൾഡ് ഏജ് വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ 60 above കഴിഞ്ഞാൽ പിന്നെ ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ ഇവർക്കൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് ട്രിവാൻഡ്രം മെൻ്റൽ ഹോസ്പിറ്റലാണ് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയി ആവശ്യമായ ട്രീറ്റ്മെൻറ്റ്. അതുപോലെ ചന്ദനപ്പള്ളി PSC എന്നുള്ള സൈക്കാട്രിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ കോഴഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് സൈക്കാട്രിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ നമുക്ക് കിട്ടുന്നു. അടൂർ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് സൈക്കാട്രിസ്റ്റിൻ്റെ ജനറൽ മെഡിസിൻ എല്ലാം അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അടൂർ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണ്, താലൂക്ക് ജനറൽ ഹോസ്പിറ്റലാണത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നല്ല സപ്പോർട്ട് മെഡിസിൻ. അതെ അതെ. പിന്നെ അതുപോലെ തന്നെ അടൂർ മുനിസിപ്പാലിറ്റിയുടെ ഭാഗം വയോമിത്രം ഒരു ഭാഗമുണ്ട്, അവരുടെ സപ്പോർട്ട് നല്ലതായിട്ടുണ്ട്. അപ്പോൾ മെഡിക്കൽ എയ്ഡുകളെല്ലാം ആ ലെവലിൽ നമുക്ക് കിട്ടും. നമ്മുടെ ആയുർവേദം, അതുപോലെ ഇവിടെ കൊടുമണ്ണ് അങ്ങാടിക്കലിലെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ അടൂരിൽ തന്നെ ആയുർവേദം 3-4 വിഭാഗം ആയുർവേദ വിഭാഗക്കാരുണ്ട്. അവരെല്ലാം വന്ന് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെഡിസിനലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ വഴിക്ക് കൂടെ നടന്നു പോകുന്നുണ്ട്. പിന്നെ പല ഡോക്ടേഴ്സ്, പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന പല ഡോക്ടേഴ്സും അവർക്ക് കിട്ടുന്ന മെഡിസിനുകൾ സൗജന്യമായി കൊണ്ട് നമുക്ക് തരുന്നുണ്ട്. പിന്നെ പലരും അങ്ങനെ തന്നെ സഹായിച്ചുകൊണ്ടാണ് മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. പിന്നെ ആരോഗ്യപരിചയം വെച്ചാൽ ഇത്രയും ആളുകളുണ്ടല്ലോ എന്നോടൊപ്പം. അപ്പോൾ അവർ ഇവരെ കുളിപ്പിക്കാൻ, ചിലർക്ക് കിടപ്പ് രോഗികളായിരിക്കും. ഇപ്പം തന്നെ കണ്ടിട്ടുണ്ടല്ലോ, പലരെയും കണ്ടിട്ടില്ല. അവർ പലരും രാവിലെ മുതൽ അവരെ കക്കൂസി കൊണ്ടുപോവുകയും അവരെ പല്ല് തേപ്പിക്കുകയും അവരെ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അവരെ ഉടുപ്പൊക്കെ ഇടിച്ചിട്ട് നമ്മളുടെ കുഞ്ഞുങ്ങളെ ഒരുക്കിക്കൊണ്ട് വരുന്ന പോലെ നമ്മൾ ഓരോരുത്തരെയും കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രവർത്തകരുടെ ഒരു വലിയ സ്റ്റാഫ് ഇനത്തിൽ തന്നെ 140ഓളം പേര് വരും മൊത്തത്തിൽ. അത് അതിനകത്ത് വോളണ്ടിയേഴ്സ് ഉൾപ്പെടെയാണ്. വോളണ്ടിയേഴ്സും അതുപോലെ തന്നെ ഈ നമ്മുടെ ഭാരവാഹികൾ ഉൾപ്പെടെയാണ് 140ഓളം ആളുകൾ എന്ന് പറയുന്നത്. ഭാരവാഹികൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കേരള മുതൽ സീനിയർ കറസ്പോണ്ടൻ്റ് CV ചന്ദ്രനുണ്ട്. പിന്നെ സീമാജി നായർ നമ്മുടെ പേട്ടറിനാണ്. പിന്നെ അതുപോലെ ഇവിടെ വ്യാപാരി സൈഡ്
ഒരു യൂണിറ്റ് ഉത്തരവാദി ഭാരവാഹി ഒരു അനിൽകുമാറുണ്ട്. പിന്നെ എനിക്കൊപ്പമുണ്ട് ഭാര്യ പേഷ്യല്ലേ ഉണ്ട്. അങ്ങനെ കുറേയധികം ആളുകൾ ഇപ്പോൾ ഇവിടെ എൻ്റെ കൂടെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയുടെ റിപ്പോർട്ടറാണ്, അദ്ദേഹം എന്നോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ മധുസൂദൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റാഫ് പ്രവർത്തിക്കുന്നത്, പിന്നെ മഞ്ജുഷ, ഷീബ ഒക്കെ അങ്ങനെ കുറേയധികം പ്രവർത്തകർ നമുക്കൊപ്പമുണ്ട്. അപ്പം പിന്നെ സന്നദ്ധ പ്രവർത്തകരായിട്ട് തന്നെ നല്ലൊരു വിങ്ങുണ്ട്. ടീച്ചേഴ്സൊക്കെ കുറേയധികം ആൾക്കാരുണ്ട് സന്നദ്ധ പ്രവർത്തകരായിട്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരാണ് ഈ പലരോടും പറയുന്നത് നിങ്ങൾ ഇന്നടത്ത് ചെന്ന് നിന്ന് സഹായിക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്ന അങ്ങനെ ഒരു ടീമുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുടുംബനാണ്, കുടുംബൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ലോക്കൽ അതോറിറ്റിയുടെ ഒരു വലിയ സപ്പോർട്ട് നമുക്കുണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അജി രണ്ടാംകുച്ചിയാണ്, അദ്ദേഹം അജികുമാറൊക്കെ എന്ന് വെച്ചാൽ ഓൾവേസ് ഇവിടെയാണ്. ഒരു വാർഡ് മെമ്പർ എന്നൊക്കെ അപ്പുറം അദ്ദേഹം ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന അച്ഛനമ്മമാരെയൊക്കെ സഹായിക്കാനും ഒക്കെ അവരൊക്കെ കൂടും. അങ്ങനെ അടൂരാണെങ്കിൽ അടൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു ഡി സജിയാണ് പ്രസിഡന്റ് ചെയർമാനായിട്ടിരിക്കുന്നത്. അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിൻ്റെ ഒരു ഷോർട്ടേജ് എന്ന് എപ്പോൾ തോന്നിയാലും ആ നിമിഷം അദ്ദേഹത്തിന് തന്നെ ബന്ധുക്കളുടെ കടകളുണ്ട്, അവിടെ വിളിച്ചു പറഞ്ഞിട്ട് അവർക്ക് അവർക്ക് സാധനം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ടി ചെയ്തു തരും. അവരെ അതെ. പിന്നെ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോകുമാറൊക്കെ നമ്മളുടെ തുടക്കം ബേസിക്കലി അവരാണ് ഹെൽപ്പ് ആയത്. ചിറ്റയം ഗോകുമാർ, PB ഹർഷകുമാർ, AP ജയന്, അങ്ങനെയൊക്കെ കുറേയധികം രാഷ്ട്രീയ നേതാക്കളുണ്ട്. അവരൊക്കെ എന്ന് വെച്ചാൽ ഒരു വർഗീസ് പേരിലുണ്ട്. അവരൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഓൾവേസ് നമ്മളോടൊപ്പം നിൽക്കുകയാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ക്വാളിറ്റിയാണ്. കാരണം ഒരു രാഷ്ട്രീയം ഇന്ന രാഷ്ട്രീയമൊന്നുമല്ല, ഇപ്പോൾ BJP ആവട്ടെ ഏത് അങ്ങനെയൊന്നുമില്ല, മനുഷ്യത്വം എല്ലാവർക്കും അവരൊരു മനുഷ്യത്വമാണ്. അവരുടെയൊക്കെ ഒരു പാർട്ടിസിപ്പേഷൻ ഇവിടെ ഉണ്ട്. അവരൊക്കെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇവിടെ വന്ന് നമ്മളോടൊപ്പം ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കും. ഇപ്പം തന്നെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായ ഒരു MG കണ്ണനുണ്ട്, അതൊക്കെ ഇവിടെ വന്ന് ഈ അച്ഛനമ്മമാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാൾ ഇവിടെ ആഘോഷിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാര്യം എനിക്ക് തോന്നുന്നു മറ്റിപ്പം ചർച്ചിൻ്റെ തരത്തിലുള്ളൊരു സ്ഥാപനമാകുമ്പോൾ അവിടെ അങ്ങനെയുള്ളവരെ പോവുള്ളൂ, അല്ലെങ്കിൽ ഇപ്പം മറ്റൊരു വിഭാഗത്തിൻ്റെ സ്ഥാപനമാണെങ്കിൽ അവിടെ അവരെ പോവുള്ളൂ. ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഇവിടെ എല്ലാവർക്കും ഇവിടെ എല്ലാം തുല്യമാണ്. ഇവിടെ സ്നേഹമാണ്. ഞങ്ങളുടെ ജാതിയും മതവും എല്ലാം സത്യവും എല്ലാം ദൈവമെല്ലാം ഞങ്ങൾ കാണുന്നത്. ഈ ദൈവമെന്ന് പറയുന്നത് നമ്മൾ ഓരോ കാലഘട്ടത്തിലും അവതരിക്കുന്ന രൂപങ്ങളെ നമ്മൾ ശിക്ഷിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ യേശുദേവനെ നമ്മൾ ഈശ്വര സാന്നിധ്യമായി കാണുമ്പോൾ യേശുദേവനെ നമ്മൾ ക്രൂശിൽ കയറ്റി വരാണ്. കൃഷ്ണഭഗവാൻ ഇവിടെ വന്നു പോയപ്പോൾ അദ്ദേഹത്തെ അമ്പെയ്ത് കൊന്നവരാണ് നമ്മൾ. അങ്ങനെ ഓരോ ദൈവ അവതാരങ്ങളെയും കൊല വിളിച്ച മനുഷ്യ സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാലഘട്ടത്തിലും അവതാരങ്ങളുണ്ട്. ഈ അവതാരങ്ങൾ ഏത് രൂപത്തിൽ വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിയുന്ന മനുഷ്യർക്കുള്ളിൽ എവിടെയോ ആ ദൈവമുണ്ട്. ഇപ്പം തന്നെ ഇവിടെ ഒരു മനുഷ്യൻ ആണ്ടവൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, ഞാൻ ആണ്ടവൻ എന്ന് പറഞ്ഞ അർത്ഥം ദൈവം എന്നാണ്. ഞാൻ ആ മനുഷ്യനെ ദൈവമായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ അയാളുടെ പേര് ആണ്ടവൻ എന്നാണ്. അയാളുടെ തമിഴ്നാട്ടുകാരനാണ്. അയാൾ ഇവിടെ ഒരു കത്തിയൊക്കെ കാട്ടി ഇങ്ങനെ വഴിയിൽ പ്രശ്നമൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഞാൻ പോയി പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അദ്ദേഹത്തെ ദൈവമായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ ദൈവത്തിന് ഇങ്ങനെ വരാൻ പാടില്ലെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം ദൈവം എന്ന് പറയുന്ന സങ്കല്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് വരേണ്ടത്. ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകേണ്ട വികാരമാണത്. കാരണം വെച്ചാൽ ഈ പ്രകൃതി ഉണ്ടാകുന്ന സ്നേഹമാണ്. ദൈവം ഈ പ്രകൃതിയുടെ ഭാഗമാണ്. ദൈവമാണ് ഈ പ്രകൃതി സൃഷ്ടിച്ചേക്കുന്നുള്ള തിരിച്ചറിവുണ്ടായാൽ മതി. അപ്പം നമുക്കൊപ്പമുള്ള ഇപ്പോൾ താങ്കൾ സിജിനോട് വന്നിരിക്കുന്നത്, സിജിൻ തീർച്ചയായിട്ടും ദൈവാംശമാണ്. ആ ദൈവാംശവും നന്മയും താങ്കളുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഗതി മന്ദിരത്തിലേക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റുമായിട്ട് വരാൻ സാധ്യത ഉണ്ടായത്. ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ പ്രധാനമായ കാരണം. പിന്നെ സാർ പറഞ്ഞു നമുക്ക് അടൂരിലൊരു സെൻറ്ററുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം ഇവിടെ കൊടുമണ്ണിലാണ് ഇത് കൂടാതെ കോഴഞ്ചേരിയിലൊരു സെൻ്ററുണ്ട്. അതെ. കോഴഞ്ചേരിയിലെ അമ്മമാരുടെ ഈ ഹാൻഡിക്രാഫ്റ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന സെൻ്ററാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് സാർ, ഈ മൂന്നും എങ്ങനെയാണ് വ്യത്യസ്തം? മൂന്നല്ല, ഇനിയുണ്ട്. ബെഗർ ഹോം ഉണ്ട്. ഇവിടെ ഒരു ബെഗർ ഹോം കൂടി ഉണ്ട്. നാല് സെൻ്റർ. അതെ. ഇതെങ്ങനെയാണ് നാലും ഒരു ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്? അതെന്ന് പറയുമ്പോഴത്തേക്ക് ആക്ടിവിറ്റീസ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ബെഗർ ഹോം എന്ന് പറയുമ്പോഴത്തേക്ക് യാചകർ മാത്രമാണ്. ഇത് എല്ലാവരെയും കൊണ്ടുവരുന്ന അടൂരാണ്. അടൂർ ഓൾഡ് ഏജ് ഹോമാണ്. അപ്പോൾ അടൂരിൽ കൊണ്ടുവന്ന ശേഷം അവിടെ നിന്നാണ് നമ്മൾ തന്നിരിക്കുന്നത് ആരെന്താണെന്നുള്ളത്. അപ്പോൾ ആ ബെഗറായിട്ടുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യം ബെറ്റർ ആക്കാൻ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ബെറ്റർ ആക്കി കഴിഞ്ഞാൽ അവിടെ ബെഗർ ഹോമിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ അവിടെ ആക്കുകയാണ്. അപ്പോൾ അവിടെ ആ ഒരു ലെവലിലുള്ള ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത് മുഴുവൻ. അപ്പോൾ അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ വന്നു പോകുന്ന ആളുകളിലെ അമ്മമാരിൽ നിന്ന് ആരോഗ്യപരമായി ബെറ്റർ ആക്കുന്നവരെയാണ് നമ്മൾ കോഴഞ്ചേരി യൂണിറ്റിലേക്ക് മാറ്റി താമസിക്കുന്നത്. കാരണം ഞാനിത് ചെയ്യുന്നതിനകത്തൊരു പ്രധാനമായ കാരണം ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ മറ്റ് പല സ്ഥലങ്ങളും നമ്മൾ ഈ ഒരാളൊരു അന്തേവാസിയായി വന്നു കഴിഞ്ഞാൽ വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും, ചിലപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാണും, ചിലപ്പോൾ കായും കാലമൊക്കെ പുഴു വരിച്ചിട്ടായിരിക്കും വരുന്നത്. ഈ വന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം ഇതെല്ലാം ഇങ്ങോട്ട് കരിയും. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അതേ അവസ്ഥയിലുള്ളവരോടൊപ്പം കഴിയുക എന്ന് പറയുമ്പോൾ അവരുടെ മാനസികമായി അതിനേക്കാൾ കൂടുതൽ തകർക്കുകയാണ്. ഇവിടെ മിക്ക സ്ഥാപനങ്ങൾക്കും ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെ മാറ്റി പാർപ്പിക്കാനൊരു സ്പേസ് അവർക്കില്ല. ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇതാണ്. അതായത്
നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് എത്തപ്പെടുന്ന ആളുകൾ ചികിത്സിക്കപ്പെടുകയോ ഭേദപ്പെടുകയോ ചെയ്താൽ ഇവരുടെ വീട്ടുകാരോ മറ്റു നാട്ടുകാരോ കണ്ടെത്തി തിരിച്ചയക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അത് പറ്റാതെ വന്നാൽ അവർക്ക് ജീവിക്കാനൊരു സ്ഥലം വേണം, അവർക്ക് സ്വതന്ത്രമായി മനുഷ്യരായി ജീവിക്കാൻ അവസരം ഉണ്ടാകണം. അപ്പോൾ ആ മനുഷ്യരായി ജീവിക്കാനുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ അവർ വീടുകളായിട്ട് കുടുംബമായിട്ടാണ് താമസിക്കുന്നത്. ഓരോന്നും ഓരോ കുടുംബമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ബെഗർ ഹോമിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ഫ്രീഡത്തോടെ താമസിക്കാനുള്ള സ്പേസാണ്. അവരെ ഒന്ന് പഠിച്ചെടുക്കാനും അവർക്ക് കൂടുതൽ കെയർ കൊടുക്കാനാണ് അവരുടെ ബെഗർ ഹോമായിട്ട് മാത്രം. ലൈസൻസ് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മാറ്റേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ കോഴഞ്ചേരി എന്ന് പറഞ്ഞാൽ അമ്മമാരെന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ കുറേയധികം പാട്ടും കളികളും ചിരികളും ഒക്കെ അവരുടെ ഭയങ്കര എൻജോയ്മെൻ്റാണ്. അപ്പോൾ അവരങ്ങനെ രസകരമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മനുഷ്യർക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയില്ല, പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ അതുകൊണ്ടാണ് ഈ വിഭിന്നമായിട്ട് നമ്മളിത് ചെയ്യുന്നത്. അല്ലാതെ അവർക്കിടയിൽ വേർതിരിവുകളല്ല. അവരുടെ അവസ്ഥ, അതായത് അടൂർ വരുന്ന ആളുകൾ അവരുടെ ആ രോഗാവസ്ഥ മാറിക്കഴിഞ്ഞാൽ അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യങ്ങളായിട്ടാണ് ഈ ഓരോ യൂണിറ്റുകളെയും ക്രമീകരിച്ചിട്ടുള്ളത്. സാറിൻ്റെ ഇത്രയും അനുഭവം നമ്മളോട് പങ്കുവെച്ചു. ആ അനുഭവത്തിൽ നിന്ന് സാർ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ചൊവ്വയിൽ ഒരു ജീവിതം നമ്മൾ അന്വേഷിക്കുകയാണ്. നമ്മൾ സയൻറ്റിഫിക്കലി നമ്മൾ അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് ലോകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഈ ഭൂമിയിൽ ഈ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ചൊവ്വയിൽ പോയി ഒരു പുതിയ ജീവിതം അന്വേഷിക്കുന്നതിന് പിന്നിൽ എവിടെയാണ് നമ്മളൊരു പാളിച്ച പറ്റിയിരിക്കുന്നത്? ലോകത്തിൽ എന്താണ് അത് സംഭവിച്ചിരിക്കുന്നത് സാറിൻ്റെ അനുഭവത്തിൽ? ഇതിപ്പോൾ ഞാനൊരു വേറൊരു ഉദാഹരണത്തോട് പറഞ്ഞതാണ്. ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് 2022 എന്ന് പറയുന്ന ഒരു വർഷം, എൻ്റെ ഒരു ഓർമ്മയുണ്ട്, കഴിഞ്ഞ ഡിസംബർ മുതൽ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇന്നലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള അനുബന്ധൻ എന്നോട് പറഞ്ഞ് എന്ത് രക്ഷയുടെ ഭയങ്കര മഴയാണല്ലോ, ഇപ്പം കാലാവസ്ഥയിൽ ഈ മാറ്റം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ്, കാലത്തെ മാറ്റാൻ നമുക്ക് പറ്റില്ല, കാലത്തെ മാറ്റുന്ന കാലം തന്നെയാണ്. നമ്മളുടെ കണക്കൂട്ടലുകളാണ് പഴിക്കുന്നത്, മനസ്സിലായി? നമ്മുടെ കാഴ്ചപ്പാടുകളാണ് പഴിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ 1 മുതൽ 28 ദിവസം കഴിഞ്ഞാൽ ഒരു അമാവാസി, അടുത്ത അന്ന് കുറച്ചുകൊണ്ട് നമ്മൾ കണക്കൂട്ടി വയ്ക്കുകയാണ്. അത് ഒരു മേഘം കയറി മറയുന്ന കണക്കാണ് നമ്മുടെ കണക്ക് പറയുന്നത്. അപ്പോൾ ഈ പറയപ്പെടുന്നതൊക്കെ സ്ഥിരമായ സംവിധാനങ്ങൾ, ചന്ദ്രനാണെങ്കിലും സൂര്യനാണെങ്കിലും എല്ലാം സ്ഥിരമായ സംവിധാനങ്ങൾ. അതിൻ്റെ കാലാനുസൃതമായി കറങ്ങി വരുന്ന ഒരു മേഘമോ മഴയോ ഒക്കെ വന്നതിനെ മൂടിപ്പോകുന്നതിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ കണക്കൂട്ടിയിരുന്നത്. അപ്പോൾ ആ കണക്കൂട്ടുകളെല്ലാം പ്രകൃതി അങ്ങ് തെറ്റിച്ചു അതിൻ്റെ ഇഷ്ടത്തിന്. ആ പ്രകൃതി നിയന്ത്രിക്കാനുള്ള അവകാശം നമുക്കില്ലാത്തതുകൊണ്ടാണ് മഴ ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 2022 തുടങ്ങിയ കാലം മുതൽ ഇങ്ങോട്ട് തുടർച്ചയായിട്ട് മഴയാണ്. ഇടവപ്പാതിയും പെയ്യാൻ പറ്റിയില്ല, കർക്കിടകവും പെയ്യാൻ പറ്റിയില്ല, തുലാമഴയും പെയ്യാൻ പറ്റിയില്ല, എല്ലാ മഴയും ഒരുമിച്ച് പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, നിൽക്കുന്നില്ല. അപ്പം ഈ പ്രകൃതിയുടെ അവസ്ഥ തന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ, അതായത് ഇപ്പോൾ സിജിന് ഏകദേശം എത്ര വയസ്സ് കാണും? ഏകദേശം ഒരു 36 അത്രയൊക്കെ ഉള്ളു. ഞങ്ങളുടെയൊക്കെ ഒരു പ്രായം കണക്കാക്കി ഒരു 47-48 വയസ്സൊക്കെ ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക്, മുമ്പേ പറഞ്ഞാൽ ഇപ്പം ഞാൻ ആ രംഗത്ത് ഓടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രായത്തുള്ള ആളുകളുടെ സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ കൂടെ പഠിച്ച മിക്ക കുഞ്ഞുങ്ങളും വിദേശത്ത്, എൻ്റെ കൂട്ടുകാരെല്ലാം വിദേശത്താണ്. അതായത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ നാട്ടിലുള്ളത്, മിക്കവാറും പേര് വിദേശത്താണ്. ഇവരെല്ലാം ഓട്ടം എന്ന് വെച്ചാൽ ജീവിതം കണ്ടുപിടിക്കാനാണ്. കാര്യം 2 യുഗങ്ങളെ കണ്ടവരാണ് ഞങ്ങൾ. ഈ കാളവണ്ടി യുഗത്തെ ഞങ്ങൾ കണ്ടതാണ്, ഈ കമ്പ്യൂട്ടർ യുഗത്തെ ഞങ്ങൾ കണ്ടവരാണ്. ഇപ്പോൾ ഈ കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലൊക്കെ ഉള്ള ഓട്ടമായിരുന്നു ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ ഈ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് പലപ്പോഴും കുടുംബത്തിൻ്റെ മൂല്യങ്ങളെ മറന്നുപോയി. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഈ ടൈൽസ് ഇട്ട് വീടിനകത്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു അമ്മയെ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അതിന് പറ്റുന്ന, നമുക്ക് ഒപ്പം കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഭാര്യയെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു നോക്കുന്ന ചെറുപ്പക്കാരുടെ കാലഘട്ടമായത്, മനസ്സിലായോ? എൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസൃതമായി മാത്രം സഞ്ചരിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടുമെന്ന് ചിന്തിക്കുന്ന ഭാര്യമാരുടെ കാലഘട്ടമാണത്. അപ്പം മനുഷ്യൻ്റെ മാറ്റമാണ്. നമ്മളുടെ സാംസ്കാരിക മൂല്യം ഇടിഞ്ഞു പോയത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പം ഈ ഓരോ ദിവസം, കഴിഞ്ഞ ദിവസം തന്നെ കോട്ടയത്ത് ഒരു പെങ്കൊച്ചിനെ ഓടിച്ചിട്ട് അടിച്ചു എന്ന് പറയുന്നതായിട്ട്, അപ്പം എന്തിനാണ് സദാചാരത്തിൻ്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ നമുക്ക് ഖേദം തോന്നുകയാണ്. കാരണം വെച്ചാൽ നമുക്ക് സംസ്കാരം എന്ന് പറയുന്നത് കാലാനുസൃതമാണ്, മനസ്സിലായി? കാലാനുസൃതമായ മാറ്റങ്ങളെ നമ്മൾ അംഗീകരിക്കാതെ വരുമ്പോഴാണ് പരാജയങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെ ചന്ദ്രനിലേക്ക് പോകാനായിട്ടുണ്ടെങ്കിൽ ചന്ദ്രനിലേക്ക് പോകാനുള്ള കാലാനുസൃതമായ മാറ്റങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അതും ഈ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മുടെ ഉത്തമമായ മൂല്യം, നമ്മളുടെ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ കടപ്പാട്, അത് എനിക്ക് തോന്നുന്നില്ല നമുക്ക്, അതായത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലാണ് ഏറ്റവും കൂടുതൽ ഇതിന് വാല്യൂ ഉള്ളത്. അത് മറ്റൊരു രാജ്യത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ 12-13 വയസ്സ് കഴിഞ്ഞാൽ സ്വന്തം കാര്യം നോക്കിക്കണമെന്ന് ആണ് അവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കുകയും അവരവരുടെ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു കൊച്ച് ജനിച്ച് ആ കൊച്ചിന് പെങ്കൊച്ചാണെങ്കിൽ അതിനെ കെട്ടിച്ചു വിടുന്നത് വരെയും, ഒരു ചെറുക്കൻ ജനിച്ചു, അവന് ജോലി കിട്ടി, അവൻ ഭാര്യാസമേതനായി ജീവിച്ചാൽ പോലും അവനെ വിടാതെ മാതാപിതാക്കളെ പിന്തുടർന്നിരിക്കുകയാണ്. ഈ തുടർച്ചയാണ് അവരുടെ ജീവിതത്തിൽ എതിരായിട്ട് തോന്നുന്നത്.
അതോടുകൂടി മാതാപിതാക്കൾ അവർക്ക് ശത്രുക്കളായി മാറുകയാണ്. എങ്ങനെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഈ സാധനത്തെ ഒഴിവാക്കണമെന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് നമ്മളെപ്പോലുള്ള മാതാപിതാക്കൾ, ഇപ്പം ഞങ്ങളെപ്പോലുള്ള മാതാപിതാക്കളുടെ കുഴപ്പമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വരുന്ന തലമുറയോട് നമുക്ക് ചില നീതിയൊക്കെ പുലർത്താനുണ്ട്. അവരുടെ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാനും അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. പകരം നമ്മളുടെ ഈ പറഞ്ഞ മുമ്പ് സദാചാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ച് അവരെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാതാപിതാക്കളെ ചവിട്ടി കൊട്ടേ കളയാനുള്ളൊരു ആഗ്രഹം അവർക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനൊക്കെ അപ്പുറം സ്വാർത്ഥത. ഇപ്പോൾ ചോദ്യത്തിൻ്റെ യഥാർത്ഥ ഉത്തരം സ്വാർത്ഥതയാണ്. സ്വാർത്ഥത കൂടുന്തോറും സ്വന്തം അച്ഛനെയും അമ്മയും ഒന്നും വേണ്ട. ഇപ്പം തന്നെ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ നിങ്ങൾ പത്രങ്ങളിലും വാർത്തകളിലൊക്കെ കണ്ടു കാണും, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ശക്തമായി വന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് രാത്രി പോലീസ് ഒരു അമ്മയെ കൊണ്ടുവരികയാണ്. പറഞ്ഞാൽ കുറേ ആളുകൾ ചേർന്ന് അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ വന്ന് ഈ അമ്മയോട് സംസാരിക്കുന്നു. അമ്മ എന്താ പേര്? അമ്മയുടെ പേര് ജ്ഞാനസുന്ദരി. ജ്ഞാനസുന്ദരി അമ്മ എവിടെ വീട്? അത് എൻ്റെ വീട് തിരുവനന്തപുരമാണ്. ശരി, അമ്മ എങ്ങനെ ഇവിടെ വന്നത്? അത് മോനെ ഞാനിവിടെ അടുത്തൊരു അടുത്താണ് താമസിച്ചുള്ളത്, എൻ്റെ മോൻ്റെ കൂട്ടത്താണ് താമസിച്ചുള്ളത്. അവനെ ഈ റബ്ബർ വെട്ടാൻ പോകുന്നത് അവൻ്റെ ഭാര്യ അവനെ അങ്ങ് കളഞ്ഞു പോയി. ഭാര്യ കളഞ്ഞു പോയപ്പോഴത്തേക്ക് പിന്നെ വേറെ വഴിയില്ല, അവനങ്ങ് കള്ളുകൂടി പ്രശ്നങ്ങളും അങ്ങ് കൂടി അവൻ എന്നെ കളഞ്ഞു പോയി. അങ്ങനെ ഞാനങ്ങ് ഒറ്റപ്പെട്ടു. അമ്മ എവിടെ ലൊക്കേഷൻ? ആ ലൊക്കേഷൻ എനിക്കറിയില്ല മോനെ. ഞാനിങ്ങനെ കറങ്ങി രാത്രി ഇങ്ങനെ ഇറങ്ങി വിശന്ന് കറങ്ങി വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു പയ്യൻ നിൽക്കുന്നത്. അപ്പം അവന് കള്ളു കുടിച്ചിട്ട് നിൽക്കും. അവനോട് ഞാനിങ്ങനെ പറഞ്ഞാൽ എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് പറഞ്ഞപ്പം അവനാണ് പോലീസ് വിളിച്ച് പറഞ്ഞത് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ. അപ്പോൾ എനിക്കെന്തോ അങ്ങോട്ട് ആ പറഞ്ഞ കഥയ്ക്കകത്ത് എന്തോ ഒരു അഭംഗി തോന്നി. കാരണം അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ അമ്മയുടെ മാനസികാവസ്ഥ അളക്കാനുള്ള അളവുകോലൊന്നും എൻ്റെ ഇല്ലെങ്കിലും എൻ്റെ മനസ്സത് അളക്കും. കാരണം ആ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദുഃഖം എനിക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ ഈ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ദുഃഖം ഉണ്ടായിരുന്നില്ല. അമ്മ ഭയങ്കര ആശ്വാസത്തിലാണ്, ഇവിടെ കിട്ടിയല്ലോ എനിക്ക് സന്തോഷമായി, മോനെ നല്ല ഭക്ഷണം കഴിച്ചു എന്നൊക്കെ വളരെ സ്നേഹത്തോടെ എന്നോട് പെരുമാറിയിട്ട് ഞാൻ പറഞ്ഞു അമ്മ പോയിക്കോളാൻ പറഞ്ഞു. 77 വയസ്സുള്ള അമ്മയോട് ഞാൻ എന്ത് പറയാനാണ്. അമ്മ അങ്ങ് പോയി. കുറച്ച് ദിവസം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സ്റ്റാഫ് മഞ്ജുഷ എന്നോട് വന്ന് വെച്ച് പറഞ്ഞു, സാറേ ജ്ഞാനസുന്ദരി അമ്മയുടെ ഫോണിലേക്കൊരു കോൾ ഇങ്ങനെ വരുന്നു, 2-3 പ്രാവശ്യമായി വന്നു. ഞാൻ പറഞ്ഞു എടുക്കാൻ പറഞ്ഞു. എടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു അത് ഒരു ബിജുവാണ്. എന്താ ബിജു അത് ബിജുവാണ് ഈ അമ്മയെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ നമ്പർ എങ്ങനെ കിട്ടിയ അമ്മയുടെ നമ്പർ മേടിച്ചായിരുന്നു അന്നേരം. ഈ അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. അതിനെന്താ അമ്മയ്ക്ക് കുഴപ്പമൊന്നും നന്നായിരിക്കുന്നത്, ഞാൻ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ കൊടുക്കാൻ പറ്റുമോ, നിങ്ങൾ വന്നാട്ടെ നമുക്ക് നോക്കാം. ഓ അങ്ങനെ ബിജു അവിടെ കയറി വരുന്നു. ബിജു വന്ന് അമ്മയോട് ഈ മുമ്പിൽ വന്ന ആൾക്കാരോട് സംസാരിക്കുന്നത് എനിക്ക് അമ്മയൊന്ന് കാണണം. അപ്പോൾ അവർ പറഞ്ഞാൽ കാണിക്കാമല്ലോ എന്ന്. പക്ഷേ ബിജു ഭയങ്കര വെള്ളമാണ്. അപ്പോൾ മദ്യപിച്ചിട്ട് വന്നാൽ കാണിക്കാം. അപ്പോൾ ഇയാളോടെ കൈ അപ്പം മദ്യപിച്ച ആളാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനിരുന്ന് സംസാരിച്ചു. ഒരു 15 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ ഡോർ അങ്ങ് ലോക്ക് ചെയ്ത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ബിജു ഇനി ഇതെന്നെ സമാധാനം പറഞ്ഞിട്ട് ഇവിടുന്ന് പുറത്ത് പോയാൽ മതി. അപ്പം ബിജു അതെന്താ സാറേ അങ്ങനെ? ഞാൻ പറഞ്ഞു ബിജു ആണ് ഈ അമ്മയുടെ മകൻ. ബിജുവിൻ്റെ പേര് അജി എന്നാണ്. അജി എന്നുള്ള പേര് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ തന്നെയാണ് അജി എന്ന് എനിക്ക് നന്നായി മനസ്സിലായി, നീ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു അത് അങ്ങനെ ജീവിക്കാൻ. ഞാൻ നിങ്ങൾ മടങ്ങിയിരിക്കും. ഞാൻ അടൂർ പോലീസിനെ വിളിച്ചു. അടൂർ പോലീസ് വന്ന് ഇവനെ ഹാങ് ചെയ്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയി പോലീസ് എന്തോ ഇതൊരു സുമോട്ടോ മറ്റോ ചാർജ് ചെയ്തിട്ട് പിന്നെ അങ്ങ് പറഞ്ഞു വിട്ടു. പക്ഷേ ഞാൻ വിട്ടില്ല. പോലീസിന് നിസ്സാര കാര്യമാണ്. ഒരമ്മയെ കളഞ്ഞെന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ച് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് തലവേദന എടുക്കാനും എഫ്ഐആർ എഴുതാനും നേരമില്ലാത്തതുകൊണ്ട് അവരതൊന്നും ഒഴിവാക്കി. പക്ഷേ ഞാൻ വിട്ടില്ല. ഞാൻ അടൂർ പരാതി കൊടുത്തു. അടൂർ ആദ്യം അവനെ പെനാൽറ്റി അടിച്ചു, അവൻ്റെ വലിയ തുക ഫൈൻ അടിച്ചു, ശിക്ഷിക്കപ്പെട്ടു. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അവൻ ശിക്ഷിക്കപ്പെട്ടു. അവൻ്റെ അമ്മയെ സംരക്ഷിക്കാൻ അവൻ ബാധ്യസ്ഥനായി. അവൻ്റെ അമ്മയെ അവനെ തിരിച്ചേൽപ്പിച്ചു. അത് വലിയ വാർത്തയായി, സോഷ്യൽ മീഡിയ മുഴുവൻ വാർത്തയായി. സോഷ്യൽ മീഡിയ മുഴുവനെ എൻ്റെ അടുത്ത് വന്ന് ക്ഷമ പറഞ്ഞിട്ടുണ്ടോ സാറേ എനിക്ക് വഴിയിലിറങ്ങാൻ പറ്റത്തില്ല, വഴിയെ പോകുന്നവരെല്ലാം ഈ ഫേസ്ബുക്കിൽ കാണുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഫേസ്ബുക്കിൽ കാണുന്നവരെല്ലാം എന്നെ പിടിച്ചു നിർത്തിയിട്ടാ നീ അല്ലടാ അമ്മയെ കളഞ്ഞ അച്ഛൻ മോൻ എന്ന് ചോദിച്ച് എന്നെ അടിക്കാൻ വരുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് നിൻ്റെ അനുഭവം. ഈ സോഷ്യൽ മീഡിയയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അത്. ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് നിനക്ക് കിട്ടേണ്ട ശിക്ഷ. നിനക്ക് വേറൊരു തരത്തിൽ ശിക്ഷിച്ചിട്ടും കാര്യമില്ല. നിന്നെ ഈ സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉത്തരവാദിത്തം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്, ധാർമ്മികമായി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരമ്മയെ, അതായത് ജന്മം നൽകിയ അമ്മയെ വഴിയിൽ കണ്ട ഒരു സ്ത്രീ എന്ന് ഇവൻ ചെയ്തതെന്താണെന്ന് ചോദിച്ചാൽ ഇവൻ ഈ അമ്മയെ കൊണ്ടുവന്ന് വഴിയിൽ കളഞ്ഞിച്ച് ഇവൻ അവിടെ നിന്ന് പോലീസ് കൺട്രോളിലേക്ക് വിളിച്ചു പറയുന്നു. അത് വഴിയിലൊരു അമ്മ കിടക്കുന്നു. അവിടെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. വഴിയിലൊരു അമ്മ കിടക്കുന്നു വന്നത്. അവിടെ പോലീസ് കൺട്രോൾ ചെയ്യുന്ന അടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു. അടൂർ പോലീസിൽ നിന്ന് പോലീസ് പോയി ഇയാളെ ഏറ്റെടുത്തുകൊണ്ടുണ്ടെങ്കിൽ ഈ അമ്മയെ കൊണ്ടുവന്നു ഇവനെ ഉൾപ്പെടെ. അപ്പം രാത്രി സഹായിച്ചിട്ട് മനുഷ്യൻ നിലയിൽ ഈ മകനെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ടാണ് പോലീസ് തിരിച്ചു പോകുന്നത്. പോലീസിന് പറ്റുന്ന ഒരു അബദ്ധം ഒന്ന് നോക്കണേ. പോലീസ് അത്ര സ്ട്രെയിൻ എടുത്ത് എന്തെല്ലാം സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് അവരിത് ചെയ്യുന്നത്. അപ്പോൾ അവർ അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇവനെ തിരിച്ചു പോയിട്ട് പിറ്റേ ദിവസം ഇവനെ വേറൊരാളെ ആൾമാറാട്ടം നടത്തി എൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ അമ്മയെ കാണാം. അവൻ്റെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവൻ്റെ പാസ്ബുക്കോ ആധാർ കാർഡൊക്കെ ഈ അമ്മയുടെ കയ്യിലാണ്. അപ്പോൾ ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇവൻ വന്നത്. അപ്പം അതിനിടയ്ക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ്. ഈ മദ്യപിച്ചത് കൊണ്ട് മാത്രമാണ് ഇവൻ നമുക്ക് പിടിക്കാൻ പറ്റിയത്. അപ്പം ഈ സ്വന്തം അമ്മയെ വേണ്ടാന്ന് വെക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മക്കളുടെ മാറ്റം എന്ന് പറയുന്നത് അത് സ്വാർത്ഥതയാണ്.
സ്വന്തം ഒരുപക്ഷെ ഭാര്യ പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയെ ഞാൻ സംസാരിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന്. ഒരുപക്ഷെ ഭാര്യയുടെ ഇഷ്ടക്കേടായിരിക്കാം അമ്മ, അതുകൊണ്ടായിരിക്കാം. അതൊക്കെ ചെറിയ കുടുംബങ്ങളിലുള്ളവരെന്ന് പറയുമ്പോൾ മാതാപിതാക്കളെ കളയാറില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതെന്നെ വല്ലാതെ ഭീതിപ്പെടുത്തി, വല്ലാതെ വേദനിപ്പിച്ച ഒരു കാര്യമാണ്. ഒരു അമ്മയെ വഴിയിലേക്ക് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മക്കൾ എത്തുക എന്ന് പറയുമ്പം അത് ഏറെ ഖേദമുള്ള കാര്യമാണ്. ഇവിടെ ഇതൊരു കഥ മാത്രമാണ്. ഇവിടേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഓരോ മനുഷ്യനും ഇതുപോലെ ആയിരക്കണക്കിന് കഥകൾ പറയാനുണ്ട്. അതൊക്കെ ഏറ്റവും വേദനാജനകമാണ്. ഇതിനിടയ്ക്കൊരു സയൻറ്റിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അമേരിക്കയിലെ ഇലിനോയ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തിട്ടുള്ള IBMലെ സ്റ്റാഫായിരുന്ന ഒരു സയൻറ്റിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ നമ്പി കൃഷ്ണകുമാർ. ഇപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ സൂര്യനിലും ചന്ദ്രനിലും ഒക്കെ നമ്മൾ താമസിക്കാൻ സൗകര്യം ഒരുക്കാൻ പോകുന്ന ആളുകളിൽ ഒരാളാണ് അദ്ദേഹവും. അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ മദ്യപാനം. അമേരിക്കയിലല്ലേ കടുത്ത മദ്യപാനത്തെ തുടർന്ന് വീട്ടുകാരും മക്കളുമായിട്ടും പിണങ്ങി അദ്ദേഹം അമേരിക്കയിൽ നിന്ന്, അമേരിക്കൻ സിറ്റിസണാണ് അദ്ദേഹം, കേരളത്തിൽ വന്നു. ജന്മനാടായ കേരളത്തിലേക്ക് തിരികെ വരികയും കയ്യിലുണ്ടായിരുന്ന കാശിനെ നല്ലതായിട്ട് മദ്യപിച്ചിട്ട് പാസ്പോർട്ട് കാലാവധി, വിസ കാലാവധിയൊക്കെ കഴിഞ്ഞു അദ്ദേഹം നാട്ടിൽ ഇവിടെ കിടന്ന് കറങ്ങി കയ്യിലുള്ള കാശൊക്കെ തീർന്നു. അവിടെ കമ്പനി ഇയാളുടെ അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്തു. ഇയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ലാതായപ്പോഴത്തേക്ക് താടി മുടി വളർത്തി ഒരു ഭിക്ഷക്കാരനെ പോലെ മാവേലിക്കര ടൗണിൽ കൂടി ഇയാൾ ഇറങ്ങി നടന്നു. തളർന്ന് വീണപ്പോഴത്തേക്ക് ആരോ എടുത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ RMO വിളിച്ച് പറഞ്ഞത് പ്രകാരം അടൂരിൽ നമ്മൾ കൊണ്ടുവന്നു, നമ്മുടെ സ്ഥാപനത്തിലേക്ക് കുറച്ചുകാട് പോലീസ് മാവേലിക്കര പോലീസ് കൊണ്ടുവന്നതാണ്. മാവേലിക്കര പോലീസ് കൊണ്ടുവന്നാക്കി അയാളെ സംരക്ഷിച്ച് താടി മുടിയൊക്കെ വടിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്നപ്പോൾ ഇയാളുടെ കയ്യിൽ ID കാർഡ് ഇരിക്കുന്നത്. അതിനകത്താണ് ഡോക്ടർ നമ്പി കൃഷ്ണകുമാർ IBMലെ ID കാർഡ്. അത് കണ്ട് തിരിച്ചറിഞ്ഞു. പിന്നെ കൗൺസിലൊക്കെ അറിയിച്ചു. അതുവഴി അവരെ തിരികെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. അയാൾക്ക് അവിടെ എന്തോ ഒരു പണിഷ്മെൻ്റ് ഉണ്ട്. കാര്യം ഇയാൾ ഇങ്ങനെ കാണിച്ചതൊക്കെ കൊണ്ട് ഇയാൾക്കെതിരെ എന്തോ നടപടികളുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും. അയാളെ തിരിച്ച് അമേരിക്കയിലേക്ക് വിടാം. ഒരുപാട് കുട്ടികൾ വന്ന് അയാളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞത് ഈ ശാസ്ത്രം ആവശ്യമാണ്. നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ എത്തിപ്പെടുകയും ഒക്കെ വേണം. ഇവിടെ നമ്മൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ ഇറങ്ങിപ്പോകുമ്പോഴത്തേക്ക് വീട്ടിലിരിക്കുന്ന അമ്മയെ മുമ്പിൽ ചെന്ന് ചവിട്ടി, കാല് വെച്ച് ചവിട്ടി തെറിപ്പിച്ച് 4 തെറിയും വിളിച്ചിട്ട് ഇറങ്ങി നേരെ പോയി എൻ്റെ അവിടെ ആദ്യം കാണുന്ന കുരിശടി ഏതാണോ അവിടെ കയറിയിട്ട് മാതാവേ എന്ന് പറഞ്ഞ കൈ മുമ്പിടും. അവിടെ ഒരു 50 പൈസയോ 1 രൂപയോ 5 രൂപയുടെ നേർച്ചയിടും. അവിടെ ഒരു 5000 രൂപയുടെ ആവശ്യം ഉന്നയിക്കും. അവിടുന്ന് അടുത്ത ആൾ അല്ലെങ്കിൽ ഈ ആൾ തന്നെ അടുത്ത അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ദേവീരൂപം കാണും. ആ ദേവീരൂപത്തിന് മുമ്പിലും പോയി ഒരു 10 രൂപയുടെ സാമ്പ്രാണിത്തിരിയും കത്തിച്ചിട്ട് കൈ കൂപ്പി നിൽക്കും. അതായത് സ്വന്തം അമ്മയെ കാലും മടക്കി ചവിട്ടിയിട്ടാണ് ഈ രാവിലെ വന്നിച്ച് ദേവീരൂപത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇത് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോഴേ ഇതെല്ലാം ചെയ്ത് ഇതാണ് നമ്മുടെ സംസ്കാരം ഇപ്പോഴേ. അതായത് ഓരോ ദിവസവും ലാഭമുണ്ടാക്കാൻ എന്താണ് എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കാൻ ദൈവത്തെ ഉപയോഗിക്കുന്ന കാലഘട്ടമാണത്. മനസ്സിലായി? ഇപ്പോൾ നമ്മൾ നരബലി വരെ കണ്ടില്ലേ, എളുപ്പത്തിൽ എന്ത് കാര്യമാണോ നമ്മളുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ സാധിച്ചെടുക്കുക. അതിന് യഥാർത്ഥ ദൈവമായ മാതാപിതാക്കൾ നമുക്ക് ജന്മം തന്നതാണ് യഥാർത്ഥ ദൈവം. നമ്മളെ അറിവിലേക്ക് നയിച്ചവരാണ് യഥാർത്ഥ ദൈവം. നമ്മളെ ഇരുൾ അകറ്റിയവരാണ് യഥാർത്ഥ ദൈവം. ആ ദൈവത്തിന് പകരം സ്വന്തം ആ യഥാർത്ഥ ദൈവങ്ങളെ തള്ളിപ്പറഞ്ഞിട്ട് എളുപ്പത്തിൽ ലാഭം ഉണ്ടാക്കാനുള്ള കഴിവുള്ള ദൈവങ്ങളെ തപ്പി നടക്കുന്ന ഈ സമൂഹം അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സാർ, ഇപ്പം തൊഴിൽ പരിശീലനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഇവിടെ കൃഷി നടക്കുന്നു, അല്ലെങ്കിൽ കെൻഡൽ മേക്കിംഗ് ഉള്ള പ്രോസസ്സുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സാർ ഇതിനകത്തൊരു കൂടുതലായിട്ട് സഹായിക്കുന്നത് ഈ പ്രോസസ്സിനകത്ത്? ഇത് ഞാൻ പറയുന്നത് പല ബിസിനസ്സുകളും വരുമാന സ്രോതസ്സുകൾ എന്നുള്ള പേരുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കൃഷി, ഇവിടെ ഞാൻ ഈ കാണിച്ചേക്കുന്ന വാഴ കൃഷികൾ, ഈ ഒരു വാഴ വിത്ത് മേടിക്കണേ 40 രൂപയാണ്. 40 രൂപ മുടക്കി ഒരു വാഴ വിത്ത് മേടിച്ചുകൊണ്ട് ഇവിടെ കുഴിച്ച് വെച്ച് എല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഒരു 300 രൂപ വരും, പണികൂടി ഉൾപ്പെടെ. അത് കിളുത്ത് വരുമ്പോഴത്തേക്ക് കൊല വെട്ടി വിറ്റാൽ 150 രൂപ 200 രൂപ കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രോഫിറ്റുള്ളതല്ല, യഥാർത്ഥത്തിൽ പ്രോഫിറ്റുള്ള. പക്ഷേ മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും നല്ലത് കഴിക്കണം. അപ്പം ലാഭത്തിനപ്പുറം ചില നന്മയുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇതിനകത്തുനിന്ന് കിട്ടുന്ന നല്ല ഓക്സിജൻ, നമ്മുടെ ഇവിടേക്ക് എന്ത് ശുദ്ധമായ വായുവാണ്, നല്ല കാറ്റ്, ചെറിയൊരു ഇളം കാറ്റ്. ഈ നട്ടുവച്ച സമയത്ത്, ഇപ്പോൾ സമയം 2 മണിയായ സമയത്ത്, ഈ സമയത്ത് നല്ല ഒരു ഇളം കാറ്റ് നമ്മൾ ഇരിക്കുന്നിടത്ത് നമ്മളിവിടെ അങ്ങോട്ടിറങ്ങിയാൽ ചൂടാ. ഈ ഇളം കാറ്റ് ഇവിടെ കിട്ടുന്നതിൻ്റെ കാരണം ഈ നിൽക്കുന്ന ഹരിതാഭമായ ഈ ചെടികളും സസ്യങ്ങളും ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ എനർജിക്ക് നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല, ആ ഓക്സിജനെ നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കി ക്യാൻഡിൽസൊക്കെ എന്ന് പറയുന്നത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കച്ചവടം ചെയ്യുമല്ല, ഇത് ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങളത് നിർമ്മിക്കുന്നു, അത് ഞങ്ങൾ ഇവിടെ സമൂഹത്തിന് കൊടുക്കുന്നു. ആ സമൂഹം ഞങ്ങൾക്ക് വില പേശിയല്ല തരുന്നത്, അവരുടെ കയ്യിലുള്ള എന്താണോ അതെടുത്ത് ഞങ്ങൾക്ക് തരികയാണ്. അതിപ്പോൾ ഒരാൾ വന്ന് 10 രൂപയ്ക്ക് 150 രൂപ വില ഇട്ടേക്കുന്ന ഒരു ക്യാൻഡിൽസ്, വിലയൊന്നും ഇട്ടിട്ടില്ല, 150 രൂപ വില വരുന്നൊരു ക്യാൻഡിൽസിന് 10 രൂപ വന്നാൽ ഞങ്ങളങ്ങ് കൊടുക്കും. ചിലപ്പോൾ ആ 150 രൂപയുടെ ഒരു ക്യാൻഡിൽസ് എടുത്തിട്ട് ചിലർ 500 രൂപ വെച്ച് ബാക്കി മേടിക്കാതെ പോകും.
അതിവിടെ തരുന്ന ഒരു സഹായമാണ്. ഇതൊരു സഹായം. ഇത് പണ്ട് കാലങ്ങളിലെ വിനിമയം, പണമെന്ന് പറയുന്ന ഒരു വിനിമയ ആശയമാണ്, വിനിമയമാണ്. അതായത് എൻ്റെ കയ്യിലുള്ള സാധനം അങ്ങോട്ട് തന്നാൽ നിങ്ങൾക്കത് ഗുണകരമാക്കാനുള്ള ഒരു പൊതുവായ ആശയമാണ് ശരിക്കും ഈ പണമെന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഈ മൂല്യമാക്കി മാറ്റിയതാണ് പ്രശ്നമായത്. മനസ്സിലായി? എല്ലാത്തിനും ഒരു മൂല്യം വേണം. ആ മൂല്യം ഉപയോഗിക്കേണ്ട രീതി മാറിയതുകൊണ്ട് അതിപ്പം എല്ലാം പണത്തിന് വേണ്ടിയായി മാത്രമേ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യവും പണത്തിന് വേണ്ടിയല്ല. ഇത് ഇവരുടെയൊക്കെ സന്തോഷം നൽകുന്നതിനും അതിലൊക്കെ ഉപരി മറ്റുള്ളവർക്ക് ഒരു വിനിമയ സാഹചര്യം സൃഷ്ടിക്കാനുള്ള ഒരു എൻഗേജ്മെൻ്റ് ആയിട്ട് ഓരോ ദിവസവും. ഓക്കെ സാർ, എങ്ങനെ സാർ സാറിൻ്റെ ഈ ഒരു സ്ഥാപനമായിട്ട് എങ്ങനെ ആൾക്കാർക്ക് ബന്ധപ്പെടാം? ഏതൊക്കെ രീതിയിൽ അവർക്ക് ബന്ധപ്പെടാൻ പറ്റും? ഈ സ്ഥാപനം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പം അത് ഒന്ന് അടൂർ ടൗണിൽ തന്നെയാണ്. അടൂർ ടൗണിലെ നമ്മുടെ അടൂർ ടൗൺ, അതായത് അടൂർ സെൻട്രൽ ടോളിൽ നിന്നും ഒരു 200 മീറ്റർ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു വേബ്രിഡ്ജ് ഉണ്ട്. വേബ്രിഡ്ജിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അടൂരിലെ ഹെഡ് ഓഫീസായിട്ടുള്ള സ്ഥാപനം, മഹാത്മാ ജനസേവന കേന്ദ്രത്തിൻ്റെ ഓൾഡ് ഏജ് ഹോം. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത് കൊടുമണ്ണ് ചിലന്തിയമ്പലം റോഡിൽ മണിമല മുക്ക് കഴിഞ്ഞ് കുളത്തനാൾ എന്നൊരു ജംഗ്ഷനാണ്. ഈ കുളത്തനാൾ ജംഗ്ഷനിൽ നിന്ന് കയറി വരുന്ന നമ്മുടെ വഴിയിലാണ്, നമ്മുടെ മഹാത്മാ വഴി എന്ന് പറഞ്ഞൊരു വഴി തന്നെയുണ്ട്. ആ വഴി കൂടെ കയറി വരുന്ന ഈ സ്ഥാപനത്തിലേക്കാണ്. അതേ റൂട്ടിൽ കൂടെ ഏകദേശം ഒരു കിലോമീറ്ററോട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബർഗർ ഹോമിൽ എത്തും, കൊടുമണ്ണ് അങ്ങാടിക്കലാണ്. പിന്നുള്ളത് കോഴഞ്ചേരിയാണ്. കോഴഞ്ചേരി തുണ്ടിഴം എന്ന് പറയുന്നത് തെക്കേമലയിൽ നിന്ന് നമ്മൾ നെല്ലിക്കാലയ്ക്ക് വരുന്ന വഴിയിൽ, അതായത് പത്തനംതിട്ടയ്ക്ക് വരുന്ന വഴിയിൽ കനാൽ ജംഗ്ഷനാണ് തുണ്ടിഴം. കനാലിൻ്റെ ജംഗ്ഷനാണ് അവിടെ നമ്മുടെ ഒരു സ്ഥാപനമുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ കോൺടാക്ട്സ് നമ്പറെല്ലാം നമ്മുടെ വെബ്സൈറ്റുകളിലുണ്ട്. നമുക്ക് ഓൾറെഡി www.mahatmajanasevanakendram.in എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. സോഷ്യൽ മീഡിയ എല്ലായിടത്തും, ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഗൂഗിളിലും എല്ലായിടത്തും നമ്മുടെ അക്കൗണ്ട്സും ഡീറ്റെയിൽസും ഉണ്ട്. ആർക്കും എല്ലായ്പ്പോഴും നമ്മൾ വിളിക്കുകയോ ഏത് സമയവും നമ്മളെ വിളിക്കാനും സംസാരിക്കാനുമുള്ള സാഹചര്യങ്ങളും ഉണ്ട്. പിന്നെ സഹായിക്കാൻ കഴിവുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും സഹായിക്കാം. അവരുടെ ഈ വീടുകളിൽ അവരുടെ ദിനങ്ങൾ, അവരുടെ സന്തോഷങ്ങളിലും അവരുടെ ഓർമ്മകളും ഒക്കെ ഉള്ള ദിവസങ്ങളിൽ ഇവിടെ ഈ അന്തേവാസികൾക്കൊപ്പം ഇരുന്ന് ഒരുപിടി ആഹാരം കഴിക്കാൻ, ഇവർക്കൂടെ ഒരുപിടി ആഹാരം കൊടുക്കാനുള്ള മനസ്സുള്ളവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാം. അവർക്ക് ഇവരെ സഹായിക്കാൻ പറ്റാം. അതുപോലെ തന്നെ അവർക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത്, അവർക്ക് മെഡിസിൻ കൊണ്ടു കൊടുക്കാൻ പറ്റുമെങ്കിൽ മെഡിസിന്, അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കാൻ. ഒരാൾക്കായിട്ടൊന്നും കൊണ്ടുവരരുത്. വരുമ്പം ഇവിടെ എന്ന് പറയുമ്പോൾ ഏകദേശം 100ഓളം പേര്. അതെ, ഇവിടെ ഇപ്പം കുളത്തനാട് യൂണിറ്റിൽ ഏകദേശം 100ഓളം പേർക്കുള്ളത് ആണ്. അപ്പം വരുവാണെങ്കിൽ 100 എഴുന്നൂടെങ്കിലും കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരാൾക്കായിട്ടൊന്നും കൊണ്ടുവരില്ല. കാരണം ചില മറ്റൊരാൾക്ക് തോന്നും അയ്യോ അത് എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവരുത്. കാരണം അത്തരം വിഷമങ്ങളെ അതിജീവിച്ചാണ് അവരിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും അവരെ വിഷമിപ്പിക്കാതിരിക്കാനുള്ള വഴികൾ ചിന്തിക്കുക എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവിടെ ഞാനൊരു പ്രത്യേക സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി വന്നാൽ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഉണ്ട്. അവർക്ക് ഭക്ഷണമൊക്കെ ഇവിടെ, അതിന് പൈസ ഒന്നും ഈടാക്കുന്നൊന്നുമില്ല. അവർക്ക് ഇവിടെ ഒന്ന് താമസിച്ച് ഇവരെയൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ആ ഒരു ഫാമിലിയെ ഒക്കത്തുള്ളൂ. 4 മെമ്പേഴ്സിനെ പറ്റുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രോഗ്രാം അതൊരു എന്താ പറയുക, അതൊരു ഹട്ടാണ്. അതൊരു ചെറിയ കുടിൽ പോലൊരു സംഭവമാണ്. ഹട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളത് ഈ നമ്മുടെ ഒരു ചെറിയ വെള്ളം ഒഴുക്കാണ്. ഒഴുക്കുന്നതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ഫാബ്രിക്കേഷൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൊച്ചു വീടാണ്. ഒരൊറ്റമുറി വീടാണ്. ആ ഒറ്റമുറിക്കകത്ത് ഉള്ള സൗകര്യങ്ങൾ ഒരു 3 പേർക്ക് 4 പേർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാത്റൂം ഫെസിലിറ്റി ഇവിടെ വേറെ പ്രത്യേകിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അന്നത്തെ ഒരു ദിവസത്തെ ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. അവർക്ക് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം പ്രത്യേകം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മനസ്സിലാകാൻ, ഇതെന്താണെന്നൊന്നും തിരിച്ചറിയാനുള്ള സാഹചര്യം. അതെ. പിന്നെ ഇവിടെ ഓഡിറ്റോറിയം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ ആർക്ക് എപ്പോൾ വേണമെങ്കിലും, ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ഈ ബാല്യകാല സുഹൃത്തുക്കളുമായിട്ട് ഒത്തുചേരുന്ന സംഗമങ്ങൾ, അതിനുള്ളൊരു അവസരം. ഇതിന് ഒരു പൈസ പോലും ഇവിടെ ചിലവില്ല. അവരിവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ മൈക്ക് സെറ്റും സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അവർക്കൊപ്പം ഇവിടെ ഇരുന്ന് പരിപാടി നടത്താം. കുടുംബശ്രീക്കാർക്ക് വരാം. ഏത് തരത്തിലുള്ള അവയർനെസ് ക്ലാസ്സുകൾ നടത്താനായിട്ടും അങ്ങനെയൊന്നും നമുക്ക് ഇന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു സ്റ്റേജ് പോലെ ഇവിടെ ഇതെങ്ങനെ പബ്ലിക്കിന് വന്ന് ഇവിടെ പബ്ലിക്കിന് എപ്പോൾ വേണമെങ്കിലും വന്ന് ഇവിടെ പരിപാടി യൂസ് ചെയ്യാം. അതിനൊന്നും പൈസ ഒന്നുമില്ല. അവർക്ക് ഭക്ഷണം വേണമെങ്കിൽ മാത്രം അത് മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ആ ഭക്ഷണത്തിന് വരുന്ന ചിലവ് മാത്രം അവർ അടയ്ക്കണം. വേറെ ഒന്നും ഇവിടെ നമുക്ക് അടയ്ക്കണ്ട. അപ്പോൾ അവർക്കത് യൂസ് ചെയ്യാൻ പറ്റും. അത് ഡേറ്റ് മാത്രം ഒന്ന് നേരത്തെ ബുക്ക് ചെയ്യണം എന്നുള്ള കാര്യം. വേറെ ആരെങ്കിലും വന്ന് പ്രോഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അല്ല ഇപ്പം അവർക്ക് ഇതിപ്പോൾ നെടുമുടി വേണു സ്മാരകമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തു തന്നത് നമ്മുടെ ബഹ്റിനിലുള്ള ബഹ്റിൻ ഡിഫറൻറ്റ് തിങ്കേഴ്സ് എന്ന് പറഞ്ഞ BDT എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ് ഇത് ചെയ്തു തന്നത്. അവരവിടെ ഒരു വലിയ പ്രോഗ്രാം വെച്ചു, നമ്മുടെ സ്വാസികയൊക്കെ വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാം ചെയ്ത് ആ പ്രോഗ്രാമിൽ കിട്ടിയ പൈസ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങനെയൊരു സ്ഥാപനം ചെയ്തത്. അപ്പോൾ അങ്ങനെയും ഒരു ഇവിടെ ഈ കാണുന്ന ഓരോ വീടുകളും ഓരോരുത്തർ സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ്. ഓരോരുത്തരായിട്ട് ഇപ്പം നമ്മുടെ ഔട്ട്സൈഡ് ഒരാളിന് ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾക്കുള്ള പാർട്ടിസിപ്പേഷന് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എല്ലായ്പ്പോഴും, കാരണം ഇതൊക്കെ ആളുകൾ കാണണം. ഇവിടെ
ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ കഴിയുന്ന ആളുകൾക്കിടയിലേക്ക് ഇവരിവിടെ വരുമ്പോഴേ അവരുടെ ഒരു വിശ്വാസമുണ്ട്, ഞങ്ങളെ കാണാൻ ഇവരൊക്കെ ഉണ്ട്, ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങൾക്കൊപ്പം ഇവരുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. ഇവർക്ക് അവരൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ലല്ലോ. അതിനൊക്കെ അപ്പുറം എപ്പോഴും ഒരു ബന്ധങ്ങൾ നിലനിർത്താൻ പറ്റണം. നമ്മൾ ഈ ഒറ്റപ്പെട്ട് ഈ 7-8 മുറികളുള്ള വീടിൻ്റെ ഒരു മൂലയ്ക്ക് മാറി ഒറ്റപ്പെട്ടിട്ട് ജീവിക്കുന്നേക്കാൾ നല്ലത് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി ഈ നമുക്കൊപ്പമുള്ള ആളുകളെ ഒന്ന് സ്നേഹിക്കാനും അവരെ ഒരു പരിഗണിക്കാനും ഒക്കെ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. അവർക്ക് ഒരു മുഖ്യധാരയുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള അവർക്കൊരു ഫീലിംഗ്, അതെ അതെ അതാണ് ഏറ്റവും വലിയ ഫീലിംഗ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ തിരുവല്ല പോലൊരു ഒരു നാട്, തിരുവല്ല പോലൊരു നാടിൻ്റെ ഏറ്റവും ഗ്രാമമായിരുന്നു ഞാൻ താമസിക്കുന്നത്. കവിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു കോണിലാണ് ഞാൻ താമസിച്ചത്. എൻ്റെ ബോർഡറിലാണ്, മുനിസിപ്പാലിറ്റിയുടെയും പഞ്ചായത്തിൻ്റെയും ബോർഡറിലാണ്. ഞങ്ങളുടെ വീടിരിക്കുന്നത് കുറച്ച് ഭാഗം മുനിസിപ്പാലിറ്റിയും കുറച്ച് ഭാഗം കവിയൂർ പഞ്ചായത്തുമാണ്. ആ ഗ്രാമത്തിലെ വളരെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തൊരു വീട്ടിൽ നിന്ന് ഈ സമൂഹത്തിലേക്ക് മുഖ്യധാരയിലേക്ക് വന്ന് ഈ 100-400 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന 140 പേരുടെ കുടുംബങ്ങൾ നടത്താൻ കഴിയുന്ന പാകത്തിലേക്ക് എനിക്ക് മാറാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളുടെ വഴികളെ കാണുന്നില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കഴിവുകളെ കാണുന്നില്ല, നമ്മളിലേക്ക് പലപ്പോഴും ഒതുങ്ങിപ്പോവുകയാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സ്വയം എൻ്റെ കഴിവ് എന്താണെന്ന് സ്വയം ഞാൻ തന്നെ കണ്ടെത്തണം. ആ കഴിവ് വിനിയോഗിച്ച് ഈ സമൂഹത്തിന് ഗുണമുള്ളവരായി മാറാൻ ശ്രമിക്കുക. നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകാത്തത്. നമുക്കൊരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ജീവിതം പലപ്പോഴും നമുക്ക് വേണ്ടി മാത്രമാണ്. നമ്മൾ എന്ന് മുതൽ മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ജീവിക്കുന്നു അന്ന് മുതൽ നമുക്ക് എല്ലാ സന്തോഷവും സ്നേഹവും കിട്ടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഞാനും എൻ്റെ കുടുംബവും മാറിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും സർ, തീർച്ചയായിട്ടും. ഇത്രയും സാറ് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം തന്നു, പിന്നെ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി നമ്മളെ പറഞ്ഞു തന്നു, അറിവ് തന്നു. നമ്മളിപ്പം ദൂരെ നിന്ന് കാണുമ്പം ഒരു ജനസേവ കേന്ദ്രം, ഓൾഡ് ഏജ് ഹോമിൻ്റെ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. പക്ഷേ ഇപ്പം സാർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ട് അതിനെ മുഖ്യധാര സമൂഹത്തിൽ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ ആശംസകളും ഞാൻ സാറിനെ ഏൽപ്പിക്കുന്നു. ഓൺ ദ ബിഹാഫ് ഓഫ് ഹ്യൂമൻസ് ഓഫ് തിരുവല്ല സാറിനോട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു സാർ. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. ഓക്കെ.